എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളക്കരയിൽ മെഗാ ചർച്ചസ് നടക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിന്ന് നേരെയായാൽ മതി. IPCയുടെ പ്രസിഡന്റ് പദവി വരെ എത്തിയ ഒരാളായതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മെഗാ ചർച്ച് വിഷൻ കൊടുക്കണം, സഭയിൽ മൊത്തത്തിൽ കൊടുക്കുകയും എല്ലാ സിറ്റികളിലും മെഗാ ചർച്ച സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കൊരു ഇടയശ്വര ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഇടയശ്വര എന്ന് പറഞ്ഞ് സഭയിൽ എന്നിട്ട് വടിയും പിടിച്ചുകൊണ്ട് ഇന്ന് പ്രസംഗിക്കുന്ന എല്ലാ ഇടയശ്വര അതുണ്ട്. പക്ഷേ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ആളുകളെ പരിപാലിക്കുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ഞായറാഴ്ച. അമിതമായിട്ടുള്ള കമ്മിറ്റികളാണ് സഭയുടെ വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടാക്കുന്നത്. സഭ വളരാതിരിക്കാനായിട്ട് നമ്മളതിൻ്റെ തടസ്സമാണ്. നമ്മൾ പഠിച്ചു വെച്ച കുറച്ച് പാരമ്പര്യ രീതികളുണ്ട്. ആ രീതിയിൽ മോചനം വന്നെങ്കിലേ നമ്മുടെ സഭ വളരത്തുള്ളൂ. മറ്റുള്ളവരുടെ വന്ന് കയറത്തക്കോണമായിട്ട് നമ്മുടെ വാതിലുകൾ തുറന്നിടണം. അപ്ഡേഷൻ ഇല്ലാത്ത ഒരു ടീമെന്ന് പറയുന്നത് നമ്മുടെ ആളുകളാണ്. വിശ്വാസികൾക്ക് അപ്ഡേറ്റ് ഇല്ല, കർത്തദാസന്മാർക്ക് അപ്ഡേറ്റ് ഇല്ല. പഴയ കുറച്ച് കുറിപ്പടികളുണ്ട്, അതിനകത്ത് നോക്കി ഏതാണ്ടൊക്കെ പ്രസംഗിക്കുക. സഭാ വളർച്ചയെക്കുറിച്ചൊരു ദർശനമില്ല. ഇങ്ങനെ ട്രാൻസ്ഫർ സിസ്റ്റം തന്നെ സഭാ വളർച്ചയ്ക്ക് ദോഷമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, വർക്ക് ചെയ്യാനും ആത്മദാഹമുള്ള ദേവദാസന്മാരെ ശക്തി വർക്ക് ചെയ്യുന്നത് അവരെ സ്ഥിരമായി ഇരിക്കാൻ അനുവദിക്കണം. നമ്മുടെ പല ബന്ധുക്കോസ് പാസ്റ്റർമാരും ഇപ്പോൾ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർക്ക് സിസ്റ്റമാറ്റിക് തിയോളജിയാണ്, ഡോക്ടറേറ്റൊക്കെ ഉണ്ട്. തിയോളജി നല്ല കാര്യമാണ്. പക്ഷെ തിയോളജിക്കകത്തായിട്ട് നമുക്ക് അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നമ്മൾ എക്സസൈസ് ചെയ്യണം. ഇന്ന് നമ്മുടെ സഭയിൽ അതില്ല. പാട്ട് പാടി മൂന്നാമത്തെ ശാസ്ത്രം എടുത്ത് പാടി 3 കൈ കൊട്ടുന്ന പരിശുദ്ധാത്മാവ്, അതല്ല പരിശുദ്ധാത്മാവ്. VA ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞാണ്, രാജുമോനെ 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷം 20-ാം നൂറ്റാണ്ട് കവറിലിട്ട് കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കാലം മാറിയ കാര്യം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് കാലോചിതമായി മാറണം. തിരിഞ്ഞു നോക്കുമ്പോൾ 1% പോലും എനിക്കൊരു പശ്ചാത്താപമോ ഒരു വിഷമോ ബുദ്ധിമുട്ടില്ല. 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്നെപ്പോലുള്ള ബലഹീനനായ മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിക്കാതിൻ്റെ അപ്പുറമായി ദൈവം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബലഹീനത ഉണ്ടെങ്കിൽ തന്നെ അത് കവർ ചെയ്യുന്നൊരു അഭിഷേകം. അതോടൊപ്പം തന്നെ ആത്മാക്കളെ ദൈവം തരുന്നു. എൻ്റെ ലക്ഷ്യം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുകൊണ്ട് ഞാൻ തീരുകയല്ല. ഇതുകൊണ്ട് ഈ ഇത്രയും പേരെ കൊണ്ട് ഒതുങ്ങാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 1000 കുടുംബങ്ങളിൽ 1000 സുവിശേഷന്മാർ തിരുവല്ല യേശുവിന് വേണ്ടി എഴുന്നേൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എന്നോടുകൂടെ പാസ്റ്റർ രാജു പൂവക്കാലയുണ്ട്. പാസ്റ്റർ രാജു പൂവക്കാലയെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തിരുവല്ല IPC പ്രയർ സെൻറ്റർ സഭയുടെ സീനിയർ ശുശ്രൂഷകനാണ് അദ്ദേഹം. എൻ്റെ പാസ്റ്റർ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഇരട്ടി സന്തോഷമാണ് എന്ന് പരിചയപ്പെടുത്തുന്നതിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമില്ല. ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ പാസ്റ്റർ രാജു പൂവക്കാലയെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തിന് മേളിലായി. കറക്റ്റാണ്, 40 വർഷത്തിന് മേളിലായി. വളരെ എനർജറ്റിക്കായിട്ട് ശുശ്രൂഷ രംഗത്ത് നിൽക്കുകയും ഒരു നിലവാരം കാത്തു സൂക്ഷിക്കുകയും ആത്മീയത ഒട്ടും ചോരാതെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നൊരു വലിയ കാര്യം. അതിനെക്കാട്ടിലെല്ലാം പ്രധാനമാണ് തിരുവല്ല പട്ടണത്തിൽ, അതായത് ക്രിസ്ത്യാനികളുടെ യെരുശലേം എന്ന് വിളിക്കാവുന്ന ഒരു പട്ടണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പട്ടണത്തിൽ ഏറ്റവും വലിയൊരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുന്നു. ആ സഭ സ്ഥാപിച്ചു, വളർത്തി, ആ നിലയിൽ മുന്നോട്ട്. പരമ്പരാഗതമായ IPC സഭകളുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകൾ, കേരളത്തിലുള്ള സഭകളുടെ ഒരു പൊതു രീതിയും പൊതു മനോഭാവവും ചെറിയ സഭ, നല്ല സഭ, ആത്മീയമുള്ള സഭ, ഇതാണ് ഒരു കാഴ്ചപ്പാട്. എന്നാൽ അതിന് വിരുദ്ധമായി വേറൊരു ദർശനത്തോടുകൂടി, വലിയ സഭ എന്നുള്ളൊരു ദർശനത്തോടുകൂടെ ഒരു സഭ വളർത്തിയെടുത്ത കഴിഞ്ഞ 34 വർഷത്തെ ആ എക്സ്പീരിയൻസ്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമായിട്ട്. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് പാസ്റ്റർ ഒരു പശ്ചാത്തലം, എല്ലാവർക്കും രാജു പൂവക്കാലയെ അറിയാം, എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും എന്താണ്, എവിടെയാണ് മാതാപിതാക്കൾ, എങ്ങനെ ഈ ശുശ്രൂഷ രംഗത്തേക്ക് വന്നു, പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട്. തിരുവല്ലയ്ക്കടുത്ത് ആഞ്ഞിലിത്താനം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുന്നത്.
എൻ്റെ മാതാപിതാക്കൾ, ഗ്രാൻഡ് ഫാദർ അവരെല്ലാവരും ഏകദേശം 1 നൂറ്റാണ്ടോളമായി വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബത്തിലെ 3-ാം തലമുറക്കാരനാണ് ഞാൻ. നിങ്ങൾ മർത്തമക്കാരായിരുന്നു? മർത്തമ്മയായിരുന്നു. ഓക്കെ. 3-ാം തലമുറക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി സുവിശേഷമായിട്ട് എത്തുന്നത് പാസ്റ്റർ കെ എബ്രഹാമാണ്. അപ്പോൾ കെ എബ്രഹാം വരാനുള്ള കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് പണി ചെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ടവരെ കുറച്ച് പേര് വിശ്വാസം വരികയും അവരെ ഒരു യോഗം നടത്തുകയും ആ യോഗത്തിലേക്ക് പ്രസംഗിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം വന്ന് പ്രസംഗിക്കുകയും ചെയ്ത ആദ്യത്തെ മെസ്സേജിൽ തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഈ സത്യം അറിയാനുള്ള ഭാഗ്യമുണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ നടന്ന ഒരു സ്നാന ശുശ്രൂഷയിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മൂത്ത സഹോദരൻ പൂവക്കാല കുര്യാച്ച് എന്ന് പറയുന്നൊരു ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പിന്നെ അദ്ദേഹം പാസ്റ്ററായി. അദ്ദേഹം സ്നാനം കാണാൻ പോയി നിൽക്കുമ്പോൾ സ്നാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരെ വെള്ളത്തിലോട്ട് മുക്കുമ്പോഴും പൊങ്ങുമ്പോഴും ദൈവതേജസ് ഇറങ്ങി വരുന്ന കാഴ്ച അദ്ദേഹം കാണുകയും നേരത്തെ തീരുമാനിച്ച 6 പേര് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ സ്നാനപ്പെടാനെന്ന് സ്നാനം പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കുമായിരുന്നു. ഇനി ആരെങ്കിലും ഇപ്പം അങ്ങനെ ചോദിക്കത്തില്ല, അന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആരോടും ചോദിക്കാതെ ഉടുത്ത തുണിയോട് ഇറങ്ങി സ്നാനപ്പെടുവാൻ. അദ്ദേഹം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മാന്യന്മാരായിട്ടുള്ളവരെ 2 പേരോട് സ്നാനപ്പെട്ടു. ഇന്നത്തെ പോലെ തമ്പാർ കുട്ടിയല്ല അവരെ സ്വീകരിച്ചത്, തകരപ്പാട്ട കുട്ടി അവരെ സ്വീകരിക്കുകയും നാട്ടിലവരെ പരിഹാസപാത്രമാക്കുകയും ചെയ്തു. എന്നാൽ അവരെ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചവർ പള്ളിയിൽ പോയില്ല, വിശ്വാസത്തിന് ഉറച്ചു ചെയ്തു. ഉറച്ചു ചെയ്യുമ്പോൾ അന്നത്തെ കാലത്തെ പാവപ്പെട്ടവരോട് ചേർന്നവർ ആരാധിച്ചു. അന്നത്തെ കാലത്ത് ഒരു വലിയ വാർത്തയും ജാതീയമായ വേർതിരിവുകൾ ഒത്തിരി ഉള്ളൊരു കാലത്ത്. പക്ഷേ സുവിശേഷം വന്നപ്പോൾ അതൊരു വലിയ മറയാതീരാതെ അവർ ഒരു സ്നേഹ സഹോദരന്മാരെ പോലെ പെരുമാറാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇടയായിത്തീർന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ പിതാവ് ഒക്കെ സ്നാനപ്പെട്ടു. അവരന്ന് 5 പെൺമക്കളും 3 ആൺമക്കളുമായിരുന്നു എൻ്റെ ഫാദർ അവർ. അപ്പോൾ അവരെല്ലാം വിവാഹപ്രായമെത്തിയ സന്ദർഭത്തിൽ ഇവരും കൊണ്ട് ഇറങ്ങുന്നത്. ഇവർക്ക് ആർക്കും പെണ്ണെ കണ്ടെത്തില്ല, ഇന്ന് പോകത്തേ ഉള്ളൂ, ഇവർ കല്യാണം നടത്തും, ആര് നടത്തും, എവിടെ നടത്തും എന്നൊക്കെ ഉള്ളൊരു വലിയ ശവയുടെ അടക്കം. ശവയുടെ അടക്കം എന്നുള്ളതിൻ്റെ പ്രതിവിധി ഞങ്ങളുടെ ഫാദറെ, ഗ്രാൻഡ് ഫാദറെ ഞങ്ങളുടെ പറമ്പിന് മൂലയ്ക്ക് തന്നെ ശവക്കട്ടോട് 12 സെൻറ്റ് എഴുതി കൊടുത്തു. പിന്നെ കല്യാണത്തിന് കാര്യം വന്നപ്പോൾ പിന്നത്തെ നടന്ന കാര്യം പറയാണ്, ദൈവം വളരെ അത്ഭുതമായിട്ട്, അന്ന് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ അത്ഭുതമായിട്ട് എല്ലാ വിവാഹങ്ങളും. അല്ല, ഇന്നും പൊതുവെ ഈ പെന്തക്കോസ്റ്റിലേക്ക് ആളുകൾ വരുമ്പോൾ അവരുടെ ബന്ധുക്കളും സഭക്കാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പിന്നെ കല്യാണം, പിള്ളേരുടെ കല്യാണം എങ്ങനെ നടക്കും, അല്ലെങ്കിൽ പിന്നെ ശവയുടെ അടക്കും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു മറുപടിയാണ് ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ അന്ന് പരിഹാസമായെങ്കിലും അത് ദൈവത്തിൻ്റെ വലിയ കൃപയല്ലേ, ആ കാര്യങ്ങളെല്ലാം ദൈവം അത്ഭുതമായി നടത്തി അങ്ങനെ വിശ്വാസത്തോടെ നിന്നു. പക്ഷെ ഒരു കാര്യം, അന്ന് 8 വീട്ടുകാരെ അന്ന് ഞങ്ങളുടെ ആനിത്താനത്തുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ നാട്ടുകാരെ കളിയാക്കി പിടിച്ച് 8 വീട്ടിൽ പിള്ളമാർന്നാണ് കളിയാക്കി. പെന്തക്കോസ്റ്റിലോട്ട് വന്ന 8 വീട്ടുകാർ, പിന്നെ ആരും കൂടുന്നില്ല. കാരണം അങ്ങനെ തൊഴിലുള്ളൊരു കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് പറയുന്നത്. പക്ഷെ അവർ വിശ്വാസത്തോടെ പിടിച്ചു നിന്നത് കൊണ്ട് അന്നത്തെ കാലത്തെ ദേവദാസന്മാർ, അന്നത്തെ പ്രായമുള്ള പിതാക്കന്മാർ, പി മിൽപെ, ടി ജിമ്മച്ചൻ, ജോർജ് വറീസ്, സി കെ ദാനിയൽ, വി ടി ജോസഫ്, പിന്നെ കുക്ക് സാഹിബ്, അന്നത്തെ കാലത്തെ മറ്റു പെന്തക്കോസ്ത് സഭയിലെ ദേവദാസന്മാരെല്ലാം ഞങ്ങളുടെ നാട്ടിൽ വരികയും ഞങ്ങളുടെ വീട്ടുകളിൽ വരികയും വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ, അന്ന് അധികം സഭകളില്ല, കല്ലിശ്ശേരിയിലോ അങ്ങനത്തെ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു വലിയൊരു അടിത്തറയാണ് ഞങ്ങൾക്ക് വരാനുണ്ടായത്. ആ അടിത്തറയാണ് എന്നെ ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ പിടിച്ചു നിർത്താൻ ഇടയാത്തുള്ളത്. എൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ന് ഞങ്ങളുടെ സഭ വന്നുകൊണ്ടിരുന്ന ആത്രക്കിൽ ഉപദേശിച്ച് വരുന്ന ദേവദാസന് വീട്ടിൽ വന്ന് പ്രവചിക്കാൻ അദ്ദേഹം ഒറ്റയ്ക്ക് പരിശോധന നടത്തുമ്പോൾ ഞങ്ങളുടെ ആളുകൾ എല്ലാം മുത്തൂറ്റ് ചെന്ന് പരിശോധന നടത്തുമ്പോൾ ഒറ്റയ്ക്ക് പരിശോധന നടത്തുന്നു. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വാസിക്കുന്ന ആളായത് കിഴക്ക് മുത്തൂറ്റ് വന്നു. പക്ഷേ ഇവരെ കണ്ടപ്പോൾ അന്ന് ഇവരുണ്ടെന്ന് അദ്ദേഹം അന്നേരം അറിയുന്നത്. പിന്നെ തൊട്ട് ഇദ്ദേഹം ഞങ്ങളുടെ സഭ വന്നാൽ അനിത്താത്ത് വരാൻ തുടങ്ങി, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അന്ന് അദ്ദേഹം വീട്ടിൽ വന്ന് പ്രവേശിച്ചു. അന്ന് എൻ്റെ ഫാദറിനെ മകൻ ചോദിച്ചു, നിങ്ങൾക്ക് അത്ര മക്കളാണ്? 2 പെൺപിള്ളേരാ. അയ്യോ, വീട്ടിൽ ആൺമകനില്ലാത്തത് ദൈവത്തിൻ്റെ നീതിയല്ല, ഞാൻ നിനക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ ഫാദറിനെ മകനെ വിളിച്ച് അവർ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാൽ ഒറ്റ വർഷം എന്നെ ദൈവർക്ക് ദാനം. പക്ഷെ ജനിച്ച് 30 ദിവസമായപ്പോൾ പോളിയോ രോഗം ബാധിക്കപ്പെട്ടു. അപ്പോൾ അടുത്തുള്ള തോട്ടഭാഗം അനികുഞ്ഞിൻ്റെ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി ഡോക്ടർ അവിടെ നിന്ന് താഴഞ്ഞു. ഏകദേശം ഡെഡ് ബോഡി പോലെ ആയിപ്പോയി. അപ്പം അന്ന് വണ്ടിയില്ല. അപ്പം അതുകൊണ്ട് എന്നെ എടുത്തുകൊണ്ട് ഫാദറും വന്നുകൊണ്ട് അവിടെ നിന്ന് ഓടി
അവിടെ ഒരു 3 കിലോമീറ്റർ അഞ്ഞിത്താനത്ത് വരാനായിട്ട് വീട്ടിൽ വരുന്നത് ഓൾമോസ്റ്റ് ഡെഡായി. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടി ആകെ ആകും ഞാൻ മരിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ്. അതെ, എന്നെ പ്രായമുള്ളപ്പോഴും 6 മാസം 6 മാസത്തെ താഴെ ഉള്ളൂ. അപ്പം ആൾ തീർന്നു പോയി. ആൾ തീർന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് പറഞ്ഞ കാര്യം ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, അടക്കാൻ ആളെ വിളിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ ആളെ വിളിക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ആരാണ്ടെന്ന് പറഞ്ഞ് തൊണ്ടക്കുറിച്ചൊരു ചൂടുണ്ട്, അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷെ അന്നത്തെ കാലത്തെ ആൾ ഇന്നത്തെ ആൾക്കാരല്ല. അന്നത്തെ വിശ്വാസം ഭയങ്കര തീവ്രമായ വിശ്വാസം. അവരെല്ലാവരും വട്ടം നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ ജീവനെ മടക്കി തന്നു. അതൊരു വലിയ സാക്ഷ്യമാണ്. ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയാൽ ഈ സാക്ഷ്യം പറയും. മനസ്സിലായി. പറയാൻ കാര്യം ഈ കൈവിട്ടു പോയ കേസുകൾക്കൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ അതിനൊക്കെ ആശ്വാസമാകുമല്ലോ. പിന്നെ ഞാനൊരു 6-7 വയസ്സ് വരെ നടക്കത്തില്ലായിരുന്നു. ഒരു പോളിയോ ബാധിച്ചു ഒരേ സ്ഥലത്ത് ഇങ്ങനെ നേരെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു കിടപ്പ് രോഗിയായിട്ട് മാറി. അപ്പം അന്ന് ഈ ജോസഫ് താന്തിക്കലിൻ്റെ പിതാവ് ശമ്പലിച്ചൊരു പാസ്റ്റർ, അദ്ദേഹം ഞാൻ ലോക്കൽ സഭയുടെ ആകെ 5-6-8 കുടുംബമേ ഉള്ളൂ. അദ്ദേഹം അന്ന് കൊടുംപട്ട് കാലമാണ്. അപ്പം അദ്ദേഹം വന്ന് രാവിലെ വിട്ടു വന്ന വൈകിട്ടേ പോകത്തുള്ളൂ. എണ്ണ എടുത്ത് വെച്ചിട്ട് ദേഹത്തിൽ തൂത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ കാലുകൾക്കെല്ലാം ബലം കിട്ടി. ഒടിഞ്ഞു മടങ്ങി ഇന്ന് കാലൊക്കെ നേരെയായി. ചുരുക്കി 7 വയസ്സായപ്പോൾ ഞാൻ അപ്പനും അമ്മയ്ക്കൊക്കെ അത്ഭുതം കൂറുമാറി ഞാൻ എഴുന്നേറ്റു ഇരുന്ന് പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ അമ്മേൻ പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ നടക്കാനുള്ള ബലമൊക്കെ ദൈവം തന്നു. നടക്കാൻ തുടങ്ങിയപ്പോൾ കാലിന് അല്പമായി നടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായി. പക്ഷേ പയ്യെ നടക്കാനൊക്കെ ഇപ്പോഴും കാലിന് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നടക്കാനുള്ള ബലമല്ല. ഓടി നടക്കുക. അത് രോഗശാന്തിയിൽ കൂടെ ദൈവം തന്ന ഒരു അത്ഭുതം. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ദൈവത്തിൻ്റെ ഒരു വിടുതലുണ്ട്. മാത്രമല്ല ആ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് ആമേൻ സാധാരണ ബോധ്യതയുണ്ടെങ്കിൽ ഏത് നിലയിൽ നമ്മളെ വകവരുത്താനായിട്ട് ശ്രമിക്കും. ഞാൻ സംഘൂട്ടി പഠിച്ചത്തോളം ആത്മീയ തലമുറയോട് ഏത് കാലഘട്ടത്തിലൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്നിപ്പം എന്നെ കൂടെ ദൈവം ജയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെ ആൾക്കൂടെ ദൈവം ചെയ്യിക്കും. പക്ഷേ എന്നെക്കൂടെ ജയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഒരു വിടുതലാണ് ജീവിതത്തിൽ ദൈവം നൽകി തന്നതെന്നുള്ളതാണ് പ്രഥമമായിട്ട് ഓർപ്പിക്കാനുള്ള കാര്യം. അപ്പോൾ ആ ഒരു അത്ഭുത രോഗശാന്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് വലിയ വിടുതലിൻ്റെ കാരണമായി തീർന്നു. ആ ബലമാണ് ഇന്നും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു പ്രയാസമുണ്ടായതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് എന്താ ഭാഷ കാലിന് എന്താ പറ്റി അല്ല എന്താ പറ്റി ചോദിക്കുമ്പോഴേ ഓർക്കുന്നത്. പക്ഷേ എൻ്റെ ബലഹീനതയെ ഓർത്ത് ഞാൻ ഇന്ന് വരെ പരിതപിച്ചിട്ടുമില്ല, ആരുടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുമില്ല, സുവിശേഷ വിലയ്ക്ക് തടസ്സമായിട്ടില്ല, മണിക്കൂറിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് തടസ്സമായിട്ടില്ല, വണ്ടി ഓടിക്കുന്നതിന് തടസ്സമായിട്ടില്ല. ശുശ്രൂഷയ്ക്കോ എൻ്റെ ഡെയിലി ലൈഫിനോ എൻ്റെ ദാമ്പത്യ ജീവിതത്തിനോ ഒന്നും ഒരു തടസ്സം ദൈവം വരുത്തിയില്ല. കാലിന് വേദനയോ അങ്ങനെ വല്ലതും ഉണ്ടോ? കാലിന് വേദന ഇതുവരെ അങ്ങനെ ആ ലെവലിലൊന്നും ഇല്ല. കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും സാധാരണ ഉണ്ടാകുന്ന വേദന ഒന്നുള്ള അല്ലാതെ അതിൻ്റെ അപ്പുറത്തായിട്ട് മോശമായിട്ട് ദൈവം പറഞ്ഞു, ഊമനെ ചെഴു നിർമ്മിച്ചതാരെ യഹോവയെ ദൈവമേ ഞാനല്ലേ പോകാൻ ഞാൻ നിരുന്ന അവരോട് ഇരിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യം, നമുക്കതിന് ബലഹീനത ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യുന്നൊരു അഭിഷേകം ദൈവം നൽകി തരും. പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. നമുക്കൊരു പ്രശ്നമുണ്ട്, ബലഹീനത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ എനിക്കത് വയ്യ, ഇത് കണ്ണ് വയ്യ, കാല് വയ്യ, പിന്നെ ഓരോ പരാധീനത. പക്ഷേ ആ പരാധീനത വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പരാധീനത കവർ ചെയ്യുന്നൊരു അഭിഷേകം ദൈവം നമുക്ക് നൽകിത്തരും. അപ്പോൾ ഇതെന്നെ ഞാൻ പറയാൻ പറ്റത്തേ ഉള്ളൂ, ഇതൊന്നും നമ്മൾ മനസ്സിൽ കയറി നമ്മൾ പുറകോട്ട് വലിച്ചിട്ടില്ല, അതിൽ നമ്മൾ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടും കുടുംബപരമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയുമാണ് നമുക്കൊരു അടിത്തറയായി മാറിയത്. രണ്ടാമത്തെ കാര്യം, അന്ന് അതിനകത്തുള്ള സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഞാൻ പഠിച്ചു. അന്ന് ഉണ്ണൂർസാറിൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കുബരാട്ട് നടന്നുപോയി പഠിച്ച അപ്പച്ചന്മാരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള വചന പഠനം എനിക്ക് ലഭിച്ചു, എൻ്റെ സമപ്രായക്കാരുടെ ആളുകൾ കിട്ടി. സത്യം ഞാൻ സംഘത്തോട് തുറന്ന് പറയുകയാണ്, ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചതിനേക്കാളൊക്കെ എത്രയോ മടങ്ങുള്ള അനുഭവ സമ്പത്തും വചനജ്ഞാനവുമാണ് ആ സംസ്കൃതിയിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, പ്രസംഗമൊന്നും വലിയ പ്രസംഗമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ
അന്ന് ബൈബിൾ സ്കൂളിൽ പഠിച്ചതിനൊക്കെ 10 ഇരട്ടിയായിട്ടുള്ള ആ സൺഡേ സ്കൂളിൽ പഠിച്ച ആ വചനങ്ങളും ആത്മീയ അനുഭവങ്ങളുമാണ് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ള കാര്യം. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടായിരുന്നോ? അതോ ഞാനിവിടെ എന്നോട് ഫാദറും മദറും പറഞ്ഞിട്ട് നീ ഇങ്ങനെ മരിച്ചു പോയതിന് ദൈവം തിരിച്ച് സുവിശേഷ വേലയ്ക്കാന്ന് എന്നോട് ഇങ്ങനെ അപ്പനും അമ്മയും പറയുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നുള്ളൊരു ചിന്ത സുവിശേഷ വേലക്കാർ എപ്പോഴും മറ്റുള്ള കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അതെനിക്കൊരു ഭയങ്കര നാണങ്കരായിട്ട് തോന്നി. മറ്റുള്ള പൈസ അത് എന്നെ അത് ഓർക്കുമ്പോഴേ എന്നെ അങ്ങ് എൻ്റെ ഈഗോ എന്നെ അങ്ങ് ഭയങ്കര താളത്തിട്ട് ഒരിക്കലും ആരെയും നിന്ന് പൈസ മേടിച്ചിട്ട് സുവിശേഷ വേല ചെയ്യണ്ട, അങ്ങോട്ട് കൊടുത്തു ചെയ്യണം. അപ്പോൾ അതിന് മാക്സിമം പഠിക്കുക, പഠിച്ചിട്ട് ജോലി സമ്പാദിക്കുക. അങ്ങനെ ഞാൻ മാക്സിമം പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് SB കോളേജ് ചങ്ങനാശ്ശേരി അത് കഴിഞ്ഞിട്ട് MA എടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജോലി കൊണ്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഗുഡ് ന്യൂസിനകത്തൊരു പരസ്യം വന്നു. പരസ്യം ഇതാണ്, ഈസ്റ്റ് ഇന്ത്യയിൽ ജോലിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഗ്രാജുവേഷൻ മതി, പോസ്റ്റ് ഗ്രാജുവേഷൻ മതി, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ മതി. ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നൊന്നും എനിക്കറിയത്തില്ല പ്രായത്തിൽ. ഞാൻ അപേക്ഷ അയച്ചു വിറ്റ ആയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കത്ത് വന്നു, ട്രെയിനിങ് നടക്കുന്നു ബാംഗ്ലൂരിൽ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വണ്ടി കയറി ഫാദറിനോട് പറഞ്ഞു ജോലി സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ജോൺ താന്നിക്കലിൻ്റെ നവജീവാശ്രമം എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് സെൻ്ററുണ്ട്. അവിടെ ട്രെയിനിങ് 1 മാസത്തെ ട്രെയിനിങ്. അപ്പോൾ അന്നേരം നമുക്കറിയത്തില്ല എന്താ കഴിഞ്ഞ ഉടനെ ജോൺ താന്നിക്കലിനൊന്ന് പറഞ്ഞു, രാജു മോനെ അദ്ദേഹം പിതാവാണല്ലോ എനിക്കൊരു പ്രാർത്ഥന. പിന്നെ ഒരു പ്രത്യേക കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോസ്റ്റിംഗ് ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എവിടെ ചോദിച്ചു. ഞാൻ വിചാരിച്ചപ്പോൾ കേരളത്തിൽ ഉള്ളിലായിരിക്കും. നാഗാലാൻഡില്ലേ നാഗാലാൻഡിലെ മുഖച്ചങ് ഡിസ്ട്രിക്റ്റിൽ ഇമ്പൂർ എന്ന സ്ഥലത്ത് ക്ലാർക്ക് മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് സ്കൂളുണ്ട്. അവിടെ സാറായിട്ട് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നിന്ന് ഇപ്പം ഞാൻ ഐസായി. കാരണം നാഗാലാൻഡ് ആദ്യമായിട്ട് കേൾക്കുക. നാഗാലാൻഡ് ആദ്യം ഇത്ര ദൂരം അത് തന്നെയല്ല, എന്നെ വീട്ടിൽ വിടത്തുമില്ല. അപ്പം ഞാൻ ഒറ്റ മോനേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് എനിക്ക് വയ്യാഴിക്കൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ തിരിച്ചു വീട്ടിൽ വന്ന് ഫാദർ പറഞ്ഞു നീ പോകേണ്ട പ്രശ്നമേ ഇല്ല, ഇവിടുന്ന് ഞാൻ വിടത്തുമില്ല. ഞാൻ പിന്നെ ജോലി ചെയ്ത് നോക്കത്തുള്ളൂ, എനിക്ക് പൈസ ഉണ്ടാക്കണം, അല്ല എനിക്ക് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെ നിർബന്ധം ഫാദർ എന്നെ സമ്മതിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു. ഇവിടുന്ന് മദ്രാസ് വഴിയാണ് പോയത്. 6-ാം പക്കമാണ് നാഗാലാൻഡിൽ അവിടുത്തെ ഡ്രസ്സോട് ഇട്ടത് ഊരാൻ. കാരണം ജലക്കമ്പാർട്ട്മെന്റിലാണ് പോകുന്നത്. ഇവിടുന്ന് വെളുത്തിരുന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരു ടീമാണ്. ഞങ്ങളെല്ലാം അവിടെ കറുത്ത കരിക്കട്ട് നിങ്ങൾ പലരുണ്ട്. നമ്മുടെ സാംസ്കാരിക സാറൊക്കെ എനിക്ക് മുമ്പേ പോയ ടീമിൻ്റെ അകത്തുണ്ട്. അന്ന് അറിയപ്പെടുന്ന ഒത്തിരി പേര് നമ്മളിന്ന് പേര് വരെ സമയം എടുക്കുന്നില്ല. എല്ലാം അവിടെ ചെന്ന് ഇറങ്ങി അവിടെ വിവിധ സ്കൂളിൽ പോയി അവിടെ ജോലിക്ക് കയറി. 1 വർഷം ജോലിക്ക് കയറി. ജോലിയെല്ലാം ചെയ്ത് അവിടെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബാപ്റ്റിസ്റ്റുകാരെ സ്കൂളുകൾ 10,000, 6,000 പേരുള്ള സഭകളെ അവിടെ പോയി പ്രസംഗിക്കാനുള്ള അവസരം കിട്ടി. പഠിപ്പിക്കാനുള്ള അന്ന് ഇംഗ്ലീഷൊക്കെ വലിയ ജ്ഞാനമില്ലാതെ ഉള്ളതൊക്കെ തട്ടിവിട്ടൊക്കെ വളരെ രക്ഷപ്പെട്ടു. അങ്ങനെ ശമ്പളമൊക്കെ മേടിച്ചു ഭയങ്കര ഹാപ്പിയായി. അടുത്ത വർഷം പോകാൻ തിരിച്ചു വന്നപ്പോഴാണ് എൻ്റെ ഫാദർ നിന്നെ വിടുന്നില്ല, നിന്നെ ഗൾഫിലോട്ട് വിടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ നാട്ടിലൊരു ജോലി സാധ്യത കിട്ടുകയും അങ്ങനെ ജോലിക്ക് പ്രവേശിക്കാനിടയായിരുന്നു. അങ്ങനെ നഗരെല്ലാം പരിപാടി വിട്ട് നാട്ടിൽ വന്ന് ഇങ്ങനെ ജോലിയുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അന്നേരം ഞാൻ എവിടെ പോയാലും അതാ പറയാൻ വന്നത്, എവിടെ പോയാലും പ്രവാചകന്മാർ എന്നെ കണ്ടുകൊണ്ട് ഓടി തലവെച്ച് നിന്നെ പൂർണ്ണ സമയം കർത്താവിന് വേലയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രവാചകന്മാരെ കാണുമ്പോഴേ എനിക്കങ്ങ് ഭയങ്കര എന്നെ അങ്ങ് പറക്കും. കാരണം അവരിതാ പറയാൻ വരുന്നത് മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോഴും അനിതാത്തൊരു ഒരു കൺവെൻഷൻ നടന്നപ്പോഴേ ഞാനത് ലേറ്റായിട്ട് 8:45 ചെല്ലുന്നത്. വന്ന് ജോർജ് വരീസ് മല്ലപ്പള്ളി ജോർജ് വരീസ് പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്. അപ്പം ഞാനപ്പം പുറകിൽ പോയിരുന്നു. പുള്ളി എന്നെ കണ്ടു, എന്നെ അറിയാം, ഞാൻ വലിയ ക്ലാസ്സാണ്. കണ്ടോടെ പുള്ളി മൈക്കോടെ പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, രാജുമോനാണ് അവിടെ വന്നേ, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊന്ന് വന്നേ, ഇതിന് പുള്ളിയുടെ പ്രവചനം. നീ പോയി യോഗത്തിന് പുറകിരിക്കേണ്ടവനല്ല, നീ ഈ പ്രസ്ഥാനത്തിൽ സുവിശേഷ വിലയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടവനല്ല, നീ ജോലി ചെയ്ത് നടക്കേണ്ടവനല്ല, നീ കർത്താവിന് വേല ചെയ്യുന്നവനാണ്. ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഏറ്റവും ബാക്കിയിരുന്ന് എന്നെ വിളിച്ച് ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ തല്ലേക്ക് വെച്ച് പ്രാർത്ഥിച്ച കൺവെൻഷൻ നടക്കി വെച്ച്. അപ്പോൾ എനിക്കിത് അത് അന്ന് ജോർജ് സാറിനോട് നടന്നത്. അപ്പം ആളുകളെല്ലാം അപ്സെറ്റായി. ഞാനും അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. കാരണം പരസ്യമായിട്ട് പറയുക, അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പുള്ളി അദ്ദേഹം പറയുന്നത്. അപ്പം എന്നെ അതൊക്കെ അങ്ങ് വളരെ അങ്ങ് ടച്ചിങ് ആയി. അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ പാസ്റ്റർ ജേക്കബ് ജോൺ പഞ്ചാബിൽ പത്താംകോട്ട ഒരു ജേക്കബ് ജോൺ അച്ഛനുമായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ്. ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ്. അദ്ദേഹം വർഷം 78 തോന്നുന്നു പഞ്ചാബിൽ പത്താംകോട്ട് പോയി വേല ചെയ്യുന്നത്. അപ്പോൾ എന്നെ അന്നോട്ട് വിളിക്കുക, പക്ഷേ എനിക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ അവിടെ 40 days ഫാസ്റ്റിങ്ങിൽ അവസാനത്തെ 4 ദിവസം പ്രസംഗിക്കാനായിട്ട് എൻ്റെ അത് ഞാൻ പ്രസംഗിച്ചൊക്കെ തുടങ്ങി. അന്ന് PEP-യിലൊക്കെ കയറി PEP പ്രസിഡന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ IPCയുടെ പ്രവർത്തനങ്ങളൊക്കെ കയറാൻ തുടങ്ങി. ജില്ലാ സെൻറ്ററിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി യുവജന പ്രവർത്തകനായിട്ടൊക്കെ കയറി വരിക. നമ്മൾ അടങ്ങിയിരിക്കുന്നത് എവിടെയെങ്കിലും ഇടിച്ചിടിച്ച് കയറി അങ്ങ് പോവുക. അപ്പോൾ അവിടെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ അതിന് മുമ്പ് തന്നെ 2-3 കാര്യം എനിക്ക് വളരെ പ്രസക്തമായി പറയാനുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നത് ഹിമസാര എക്സ്പ്രസ്സിനാണ് പോകുന്നത്, ഈ കാശ്മീരിന് പോകുന്നത്. ബുക്ക് ചെയ്തിരിക്കുന്നു. ബീനായും എൻ്റെ കുഞ്ഞുങ്ങളും അവർ ഭോപ്പാൽ വരെയുണ്ട്. ഭോപ്പാൽ ഞങ്ങളുടെ കസിൻസ് ഉണ്ട്. അവരവിടെ ഇറങ്ങുക. ഞാൻ മാത്രം നേരെ കാശ്മീരിന് പോവാം. അവർ ഭോപ്പാലിൽ ഇറങ്ങി. ഞാൻ തിരിച്ചു വന്നത് ഭോപ്പാലിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടെ തിരിച്ചു പോയി. ഇതാ പ്ലാന്. അപ്പോൾ അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് ഞാനിങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 2 സംഭവം ഉണ്ടായി. ഒരു സംഭവം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, തിരുവല്ലയിലുള്ള സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച രാവിലെ ഒരു 11 മണിയായപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ ഞാനിരുന്ന ക്യാബിനത്തോട് കയറി വന്നു. കാരണം എന്നെ ചോദിച്ചു, ദൈവാത്മാവ് ദൂത് അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കറുത്തൊരു സ്ത്രീയാണ്. അപ്പം കയ്യിലൊരു ബൈബിളും ഒക്കെ പിടിച്ച് എന്നെ ഒരു പരിചയമില്ല. ഞാൻ എന്താ ദൂത്? പരിശുദ്ധന്മാർ പറയുന്നു ജോലി വിട്ട് പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ ചുവടുന്ന് വരിക, അവരൊന്നും പറയുന്നില്ല. അവരിത് പറയിച്ച് ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ജോർജ് ജോയ്സ് പറഞ്ഞത് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും സഹോദര്യം പറയും. അവരെ കണ്ടിട്ടേ ഇല്ല. അവരൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ അടൂർ ഡിസ്ട്രിക്ട് PEP ക്യാമ്പിന് പ്രസംഗിക്കാനായിട്ട് അടൂർക്ക് പോവാം. സൂപ്പർ ഫാസ്റ്റ് അല്ല, അത് വണ്ടിയൊന്നുമില്ല, സൂപ്പർ ഫാസ്റ്റാണ് പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സീറ്റിൻ്റെ തൊട്ട് പുറകിലൊരു സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു പാസ്റ്റർ രാജു പൂവക്കാലയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാസ്റ്റർ അല്ല, പേര് കറക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് പറയും ഒരു ദൂത് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തലേദിവസം മറ്റേ സ്ത്രീ പറഞ്ഞ് മനസ്സിലാക്കി പിറ്റേ ദിവസം ഇത്. അപ്പം ഞാൻ പറഞ്ഞു എവിടെ ഇറങ്ങുന്നത്? വണ്ടി നിറച്ച ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആത്മാവിലെ അന്വേഷണമൊക്കെ പറഞ്ഞു ആകെ കുഴച്ചിലാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എവിടെ ഇറങ്ങുന്നത്? അടൂർ ബസ് സ്റ്റാൻഡിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാനും അടൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ 2 പേരും അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ ബസ്സിൻ്റെ പുറകിൽ ഞങ്ങൾ 2 പേരും മാറി നിൽക്കുക. വേറെ പറയാം, പരിശുദ്ധന്മാർ ദൂത് പറയുന്നു ഫുൾ ടൈം കർത്താവ് വേല ചെയ്യാനായിട്ട് കർത്താവ് കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫുൾ ടൈം കർത്താവ് വേല ചെയ്യണം, അതിൻ്റെ ഇറങ്ങണം. എന്നിട്ട് ഇവരങ്ങ് പോയി. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇതെല്ലാം നമ്മളെ അങ്ങ് ഞെരുക്കുക. അപ്പോൾ എനിക്ക് ജോലി, ശമ്പളം ഇതൊക്കെ നമ്മൾ മനസ്സിലിരിക്കുന്നു. അപ്പോൾ ഇത് ഇറങ്ങാനൊക്കാത്തൊരു സാഹചര്യം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഹിമസാഗറിന് കയറിയപ്പോൾ എൻ്റെ ഇതിൽ ആരോ ഉള്ളത് പോൾ യോങ്കുച്ചൻ്റെ 4th Dimension എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തിൻ്റെ താക്കോൽ 1 പുസ്തകങ്ങൾ തന്നു. അപ്പം ഞാൻ ചുമ്മാ ഇരിക്കുമല്ലേ, ഇതങ്ങ് വായിച്ചുകൊണ്ട് കിടക്കുക, ഈ ബർത്തെ കിടക്കുക. അപ്പോൾ അവിടെ ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങളായിട്ട് എഴുതി വെച്ച് വേദവാക്യം പോലെ നമ്മുടെ അകത്തോടെ അങ്ങ് താമസിച്ച് കയറുക. അപ്പോൾ അതിനകത്തിരിക്കുന്നു അവിടെ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇത്രയും ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയുന്നു. അപ്പം അത് എഴുതിയിട്ടുണ്ട്. കൊറിയയുടെ ആത്മമണ്ഡലത്തിൽ അതായത് ആകാശമണ്ഡലങ്ങളിൽ ആത്മാക്കളെ തടഞ്ഞെടുത്തിരിക്കുന്ന അന്ധകാര ശക്തികളെ അഴിക്കാനുള്ള അധികാരം ദൈവർക്ക് തന്നു. ഞാൻ വർഷങ്ങൾ സൈക്കിൾ ചവിട്ടിൽ വന്നിട്ട് ആത്മാക്കളെ വരാതിരുന്നപ്പോൾ ദൈവം നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെ കിടന്ന് ഓടി കിടക്കാൻ? നീ പ്രാർത്ഥിക്കേ, ഞാനല്ലേ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓട്ടം നിർത്തിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവം കെട്ടുപൊട്ടിച്ചപ്പോൾ അറിയാതെ തന്നെ ധാരാളം ആളുകൾ വരികയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന കാര്യം അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മെഗാചർച്ചൊരു കാര്യം ചോദിച്ചില്ലേ, ഒരു മനുഷ്യനെ കൊണ്ട് ഈ തലമുറയിൽ ഇത്രയും കാര്യം ചെയ്യിക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ദൈവത്തിന് പ്രവൃത്തിയല്ലേ അതിൽ മെഗാ ചർച്ച ഒക്കെ ആ ലെവലിൽ അവിടെ ഉയർന്നു വന്നില്ലേ? അപ്പോൾ ഇതേ ചിന്തകളോട്ടാണ് ഞാൻ അവിടെ ജേക്കബിനോട് ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും സമ്മർക്കത്തിന് എൻ്റെ മനസ്സിനകത്ത് ആകെ പതർച്ചയായി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനായി ഞാനൊരു ഒരു ഒരു നാൽക്കവലെ നിൽക്കുന്നൊരവസ്ഥയായി മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അതിനേക്കാൾ ഭയങ്കരം. പണ്ട് പടം പഠിച്ച് പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പം അവിടെ ഉപാസപ്പാത്തിന് ഫൈനൽ ഡേ. സിഖ് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. സിഖുകാരൊക്കെ തലയൊക്കെ ഊരി വെച്ചിട്ട് സ്നാനപ്പെടുന്നു. വീൽചെയറെ എറിഞ്ഞ് വെച്ച് ഇറങ്ങി ഓടുന്നു. നിരന്തരമായ സ്നാനം നടക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ചോടാ ഇപ്പോഴും ഇങ്ങനെ ദൈവത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. അപ്പം ഞാനൊരു ആത്മമഠത്തിൽ ഉയർന്നു പോവാ. എൻ്റെ പുറകെ ആരോ ഇങ്ങനെ ഫോളോ ചെയ്ത് തള്ളിക്കൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അന്ന് ശനിയാഴ്ച രാവിലെ ഞാൻ മെയിൻ പ്രാസംഗികൻ ക്യാപ്റ്റൻ ഷമ്മേലെ കേക്കോശി
തുടങ്ങി അന്നത്തെ നേതാക്കന്മാർ ഇപ്പോഴും ഒത്തിരി 10-200 മാസ്റ്റർമാരും എല്ലാം എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഫൈനൽ ഡേ അല്ലേ, ഞാൻ ആ പ്രശ്നം ഞാൻ ദാവീദിൻ്റെ ഒരു കാര്യം പ്രസംഗം ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. അതാണ് എനിക്ക് പ്രഷറോടെ പറയാനുള്ള കാര്യം. അതാണ് എന്നെ പിടിച്ചിറക്കിയത്. അതാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കണ്ണടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സർക്കസ് കൂടാരത്തിൽ നിന്ന് അടിക്കുന്ന പോലെ ഒരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം അടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കുന്നത് ആരാണ് ഇങ്ങനെ പ്രകാശം അടിക്കുന്നത്. പക്ഷേ അത് നമ്മൾ പ്രകാശത്തിനകത്ത് നമുക്ക് അറിയാം. നമുക്ക് ഈ എൻകൗണ്ടർ എന്നൊക്കെ പറയത്തില്ലേ, ദൈവമായിട്ട് എൻകൗണ്ടർ, അത് ശരിക്കും അനുഭവിച്ചു നമ്മൾ. ചുരുക്കി അങ്ങ് പറയാം, അത് പറയാൻ തുടങ്ങിയ മണിക്കൂറിലെടുക്കും. ചുരുക്കി അങ്ങ് പറയാം, ആ എൻകൗണ്ടറിനകത്ത് ഞാനിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം, മകനെ ഇനിയും നീ അമാന്തിക്കുന്നത്. ഞാൻ ഈ പ്രകാശത്തിനകത്ത് ഇരിക്കുക. അപ്പോൾ അപ്പുറത്തെ ഇപ്പോഴത്തെ ജേക്കബ് ജോണ് ശവലിൽ ഇരിക്കുക. ഞാൻ മാത്രമേ ഇത് അറിയുന്നുള്ളൂ, വേറെ ആരും ഇത് അറിയുന്നില്ല. അപ്പോൾ ശവലിൽ താഴെ വീണപ്പോൾ ശവല് മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാത്രമേ ഇത് അറിയുന്നുള്ളൂ. അപ്പം ഇനിയും നീ അമാന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കർത്താവേ, എനിക്ക് ജോലിയുടെ കൂടെയൊക്കെ വേല ചെയ്യാനൊക്കത്തില്ല, എനിക്ക് അറിയുന്ന പൈസ നമ്മൾ ജീവിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കല്ലേ. ഞാനെന്നെ മനസ്സിലേക്ക് പറയുക, ദൈവത്തിൽ സംസാരിക്കുക. ഉടനെ ദൈവം പറഞ്ഞു ഒരു ചോദ്യം. അബ്രഹാമിനോട് ഞാൻ ചോദിച്ചത് ഇസ്മായിലിനെയല്ലേ ചോദിച്ചത്, ഇസ്ഹാക്കിനെയാണ് ചോദിച്ചത്. 25 വർഷം കാത്തിന് പ്രാപിച്ച ഇസ്ഹാക്കിനെ ചോദിച്ചപ്പോൾ കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. നീ സ്നേഹിക്കുന്നതിനെ വിട്ടു വന്നാൽ ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാം. ഈ ഒരു വചനം ഇടുത്തിയുമില്ലാത്ത വന്നപ്പോൾ ഞാൻ ഒരു റബ്ബർ പന്ത് ചാടുന്ന മേപ്പടി ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഞാൻ ഉറക്കം നിലവിളിച്ച് പറഞ്ഞു, ഞാൻ ജോലി രാജിവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പഴയ അനുഭവങ്ങളെല്ലാം മനസ്സിൽ കിടക്കുക, ഇതെല്ലാം കൂടെ നമ്മൾ ഉരുട്ടി ഇത് കേൾക്കാനിരിക്കുകയും ക്യാപ്റ്റൻ ജേക്ക് ഓടി തലയെ കൈവച്ച് അമ്മലിൽ പാസ്റ്റർ സെല്ലോട് വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് വേർതിരിച്ചു. അങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞ് ഞാൻ ജോലി അങ്ങനെ എനിക്ക് മനസ്സിൽ ഭാരം ഒഴിഞ്ഞു പോയിലേക്ക് മനസ്സിലായി. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ വൈഫിനെ വിളിച്ചു, ബീനെ വിളിച്ചു, ചോദിച്ചു, ഞാൻ ജോലി അയച്ചു, നീ എന്താ പറയുന്നു? അച്ഛാ എനിക്ക് താല്പര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം ജോലിക്ക് തന്നെ അല്ല കല്യാണം കഴിച്ചു, എനിക്ക് ഇഷ്ടമാണ് കർത്താവിൻ്റെ പേര്. അപ്പോൾ അവൾ CSI ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസത്തിൽ വന്നതായതുകൊണ്ട് എനിക്കൊരു മടിയായിരുന്നു ചോദിക്കാൻ. പക്ഷെ ഷീ ഈസ് വില്ലിങ്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ കൺഫർമേഷനായി. സൺകുട്ടി അന്ന് രാത്രി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ജേക്കബ് ജോണിൻ്റെ ആ ഹോളിൽ ഞാൻ മേളത്തെ നേരെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു വലിയ സ്വപ്നം കാണുന്നു. സ്വപ്നം ഇതാണ്, ദർശനം കാണുക. ഞങ്ങളുടെ വീടിൻ്റെ സൈഡും മുഴുവൻ കപ്പ് കെട്ടിരിക്കുക. കപ്പ മുഴുവൻ പറിച്ചിട്ട് അവിടെ വലിയ കൊട്ടിലിട്ടിരിക്കുന്നു. കൊട്ടിലിൻ്റെ അകത്ത് ഒത്തിരി പേര് കൂടിയിരിക്കുന്നു. അവിടെ ഞാനിതിങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അതെന്താ ഇങ്ങനെ കണ്ടത്? ഞാനിങ്ങനെ അത്ഭുതം രാവിലെ പ്രാർത്ഥിക്കാൻ ജേക്കബ് ജോണിന് വന്നപ്പോൾ ജേക്കബ് ജോണിന് പറയാം, ഇന്നലെ രാത്രി ഞാനൊരു ദർശനം കണ്ടു. അതിന് എന്തുവാ, നമ്മൾ നാട്ടിൽ പോയി നമ്മൾ 25 ദിവസം ഉപവാസം ഇരിക്കുന്നു. അത് നിങ്ങളുടെ വീടിൻ്റെ സൈഡിലത്തെ കപ്പ പറിച്ച് അവിടെ പന്തലിട്ട് അവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് പറയാം. സോ എനിക്കത് കേട്ടപ്പോൾ ഞാനത് കണ്ടച്ച് അത് കഴിയുമ്പോൾ ഞാനിത് പറയുന്നത്. അപ്പം നോക്കണം, എനിക്കൊരു കാര്യം നമ്മളെ ദൈവം ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധന്മാർ പുറകെ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ കൊണ്ടങ്ങ് ചാടിക്കുക, അല്ലാതെ നമ്മൾ ചാടുകയല്ല. നമ്മളെ കൊണ്ട് മുമ്പും അടച്ചെന്നൊക്കെ പറയത്തില്ലേ, കൊണ്ടങ്ങ് ചാടിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തു 1991 ജനുവരി മാസം തൊട്ട് ജനുവരി ലാസ്റ്റ് തൊട്ട് ഫെബ്രുവരി മാസം 16-ാം തീയതി കൊണ്ട് തീരുന്ന 21 ഡേയ്സ് ഫാസ്റ്റിംഗ് വരെ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിലെ കപ്പയെല്ലാം പറിച്ചേച്ച് പന്തലിട്ട് തുടങ്ങി. ജേക്കബ് ജോൺ അവിടുത്തെ 75 പേരുമായിട്ട് ജേക്കബ് ജോൺ പാസ്റ്റർ വന്നു, ഹിന്ദിക്കാരുമായിട്ട്. ഇവിടുന്ന് ഞാൻ ഗുഡ് ന്യൂസിൽ പരസ്യം കൊടുത്തു. 100 പേര് ഇവിടുന്നും കൂടി. തുടങ്ങിയ ദിവസം 150 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പന്തൽ നിറഞ്ഞ ആൾ വരാൻ തുടങ്ങി. പന്തൽ നിറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തു, പന്തൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. പറമ്പിലെ മുഴുവൻ കപ്പയും പറിച്ചു. പന്തൽ നീട്ടി ഏറ്റവും അവസാനം 21-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ 10,000 പേര് കൂടി ഉപവാസ. ഞാൻ അന്ന് കണ്ട പോലെ തന്നെ സംഭവിച്ചു. എന്താ സംഭവിച്ചു വെച്ചാൽ 78 പേര് സ്നാനപ്പെട്ടു. ആ ഉപവാസ പ്രവർത്തനത്തിൽ 300-ലധികം അഭിഷേകം പ്രാപിച്ചു. അന്ന് മാങ്ങാൻ ജോസഫൊക്കെ ഉള്ള കാലമാണ്. അദ്ദേഹം വന്ന് കൈവച്ചവരല്ല, ഒരു ദിവസം അദ്ദേഹം 20 പേരെ തലേ കൈവച്ചു. 20 പേരും അന്നേരം തന്നെ അഭിഷേകം പ്രാപിച്ചു. ഒരു ഡോക്ടറും ഭാര്യയും അമ്മയും വേലക്കാരനും കൂടെ 4 പേര് അറിയാതെ ഇവിടുന്ന് അറിയാതെ തന്നെ അദ്ദേഹം കൈവച്ചതാ. 4 പേര് ഒരുപോലെ അഭിഷേകം പ്രാപിച്ചു. അതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങൾ പറയാനുണ്ട്.
അവിടെ കാല് ചവിട്ടുന്നവർക്ക് ഇവിടെ ഞാൻ ആരെയും പ്രസംഗിക്കാൻ വിളിച്ചില്ല. ഉണർവാന്ന് കേട്ടോണ്ട് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വരാം. കെ അബ്രാഹമും കെ ജോയും അന്നത്തെ ലീഡിങ് പാസ്റ്റർമാരെല്ലാം വന്നങ്ങ് പ്രസംഗിക്കുക. പ്രോഗ്രാം കൊടുക്കണ്ട, കയറി അങ്ങ് പ്രസംഗിച്ചു കൊടുക്കുക. ശരിയൊരു ഉണർവ് നടന്നു. അന്ന് തകർന്ന കുടുംബങ്ങൾ മുമ്പോട്ട് വന്നു. ഭയങ്കര അപ്പസ്വലപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന പല അത്ഭുതങ്ങളും ദൈവത്തിന് ഇന്നും ചെയ്യാൻ കഴിയുമെന്ന് ആ യോഗത്തെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, നേരിട്ട് കാണിച്ചു. ആ യോഗം കഴിഞ്ഞ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയാണ്, നിന്നെ ഞാൻ വിളിച്ചത് തിരുവല്ല പട്ടണത്തിന് വേണ്ടിയാണ്. തിരുവല്ല പട്ടണത്തിൽ നീ എനിക്ക് വേണ്ടി വേല ആരംഭിക്കണം. ദൈവശബ്ദം എനിക്ക് ഈ ഉണർവിന് നടക്കുക ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത് ദൈവശബ്ദം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായി തീരുമാനമെടുത്തു ഒരു കർത്താൻ്റെ വേല തിരുവല്ല പട്ടണത്തിൽ ആരംഭിക്കാനായിട്ട്. പക്ഷേ ഈ യോഗം നടത്താനായിട്ട് 5 പൈസ എൻ്റെ ഇല്ല. അന്നേരം കയ്യിൽ MG ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് സാധനം മേടിക്കാൻ പോകാനായിട്ട് പലചരക്ക് മേടിക്കാൻ പോകാൻ എൻ്റെ ഫാദർ റെഡിയായിട്ട് നിൽക്കുക. അപ്പച്ചൻ്റെ വിചാരം എൻ്റെ ഇഷ്ടം പൈസ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പൈസ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പച്ച കടം പറ തരാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും പോസ്റ്റ്മാൻ വരുന്നു. പോസ്റ്റ്മാൻ വരുമ്പോൾ അമേരിക്ക വഴി ഞങ്ങളുടെ കസിന് അന്നത്തെ $75 അയച്ചു തന്നിരിക്കുക. രാജു നീ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയെന്ന് അറിഞ്ഞു, അതുകൊണ്ട് നിനക്ക് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിന് എൻ്റെ വകയാന്ന് പറഞ്ഞു. ആ $75 മാറിയാണ് $1 മാറിയാണ് പലചരക്കടയിലെ പൈസ കൊടുക്കുന്നത്. നമ്മളിതെല്ലാം ദൈവം പഠിപ്പിക്കുക. ആ യോഗം കഴിഞ്ഞപ്പോൾ 5 പൈസ കടമില്ലാതെ എല്ലാ കാര്യം നടന്നു. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അപ്പോൾ ഫെബ്രുവരി മാസം 1992 ഫെബ്രുവരി മാസം 16-ാം തീയതി യോഗം തീരുന്നു. 23-ാം തീയതി സൺഡേ രാവിലെ ദൈവം പറഞ്ഞതനുസരിച്ച് തിരുവല്ലയിൽ ശങ്കരമംഗലത്ത് നിന്ന് ഒരു കൊച്ചു മുറിക്കകത്ത് പാസ്റ്റർ കേശവനെ വിളിച്ച് ഞങ്ങൾ 10 പേര് താഴെ സഭ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് സഭയുടെ ആരംഭം. സത്യത്തിൽ അന്ന് തിരുവല്ലയിൽ IPSCക്ക് പല സഭകളുണ്ട്, പക്ഷേ ചെറിയ ചെറിയ സഭകളാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ എന്നോട് എല്ലാം രാജു പറഞ്ഞ് തിരുവല്ല തുടങ്ങില്ല, കാരണം തിരുവല്ല സാച്ചോട്ടാണ് ശാലോനം മറ്റ് ഒത്തിരി സഭകളുണ്ട്, IPC സഭകളുണ്ട്, ചർച്ചകളുണ്ട്, AG സഭകളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇവിടെ സഭയുടെ ആവശ്യമില്ല, വേറെ മാറി തുടങ്ങാൻ പറയും. പക്ഷേ എന്നോട് പരിശുദ്ധാത്മ വ്യക്തമായി പറഞ്ഞു. ഇപ്പം എന്നോട് ആര് പറയുക രാജു ദൈവം വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു സംശയമില്ല, കാരണം എന്നോട് ദൈവം പറഞ്ഞതല്ലേ. എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പിള്ളേരോട് പറയാറുണ്ട്, നമ്മളെ ആര് വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ട് എൻകൗണ്ടർ ഉണ്ടായാൽ പിന്നെ ആര് പറഞ്ഞാലും പറഞ്ഞ് നമ്മൾ വിഷയമാക്കേണ്ട കാര്യമേ ആ കാര്യത്തിൽ ഇല്ല. പക്ഷേ അന്ന് ഞാൻ ജേക്കബ് ജോണിൻ്റെ ആ 10 ഹോൾ വെച്ച് കണ്ടത് ഒരു മൈക്ക് വാങ്ങി നിൽക്കുന്ന 100 കണക്കിന് ആൾ മുമ്പിൽ നിൽക്കുന്ന ദർശനമാണ്. ആ ദർശനം ഞാൻ അഞ്ചാമത്തെ യോഗത്തിൻ്റെ അല്ല ആക്ച്വലി കണ്ടത്, അതില്ല പട്ടണത്തിൻ്റെ ആയിരുന്നു. അതെനിക്ക് അന്നേരം മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് തിരുവല്ലയിൽ വന്ന് നമ്മൾ വേല ആരംഭിക്കാനായിട്ട് ആരംഭമായി തീർന്നത്. അങ്ങോട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, അതായത് ഈ IPCയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ സഭകളെന്നുള്ള ഒരു കൺസെപ്റ്റാണല്ലോ പൊതുവിലുള്ളത്. നമ്മൾ വലിയ സമുദായ സഭകൾ വിട്ട് വന്നവരാണ്. അപ്പം നമ്മുടെ ചെറിയ കൂട്ടായ്മകൾ, ചെറിയ ഗ്രൂപ്പ്, ഒരു 10-25 ഫാമിലി അല്ലെ 50 ഫാമിലിയൊക്കെ ഉള്ള ചെറിയ ചെറിയ സഭകൾ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സങ്കല്പം. അങ്ങനെയാണ് പിതാക്കന്മാരത് കൊണ്ടുവന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിശാലമായ ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു സഭ എന്നുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ലഭിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, യോങ്കിച്ചോൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു ഒരു പ്രേരണ ഉണ്ടായി. അവിടെ കൊറിയയിൽ പ്രവർത്തിക്കുന്ന അതേ ദൈവത്തെ അല്ലേ നമ്മളും വിളിക്കുന്നു. അതുകൊണ്ട് അവിടെ ലക്ഷണം കൊടുത്തേക്ക് നമുക്കൊരു 1000 പേരെ തരാൻ ദൈവത്തിന് എന്താ ബുദ്ധിമുട്ട്? നമ്മുടെ അവിശ്വാസം കൊണ്ടല്ലേ നമുക്ക് ദൈവം തരാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് സാധിക്കും എന്നൊരു വിശ്വാസം എനിക്ക് ഒന്നത് യോഗിച്ചോൻ്റെ പുസ്തക വായനയിലാണ് എനിക്ക് ആദ്യത്തെ ബേസിക് കിട്ടിയത്, സത്യം പറഞ്ഞു. രണ്ടാമത് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് നാട്ടിൽ എൻ്റെ ധൈര്യം കിട്ടിയത് പാസ്റ്റർ KC കൊണ്ടാണ്. പാസ്റ്റർ KC കൊണ്ട് നിലമ്പത്തെ സഭയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1000 സുവിശേഷന്മാർ 1000 കുടുംബങ്ങൾ യേശുവിനായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്, ഒരു കൊച്ചു ഹോളിൽ. അത് ഞാൻ കണ്ടപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ഭയങ്കര ഉണർവ് ഉള്ള സമയമായിരുന്നു. അവിടെ ആൾക്കാർക്ക് വലിയ സ്നാനവും അമേരിക്കയിൽ നിന്ന് വന്ന സന്ദർഭം വലിയ വിടുകൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പം ആ ദർശനം പാസ്റ്റർ KC ജോണിൻ്റെ അകത്ത് ദൈവം കൊടുത്ത ആ ദർശനം ഞാൻ വായിച്ചപ്പോൾ തന്നെ എൻ്റെ അകത്ത് അതൊരു പകർച്ച ഉണ്ടായി. അതതിൻ്റെ സത്യം. അപ്പോൾ നിലമ്പഴത്തെ എന്നൊക്കെ കൊച്ചു ഗ്രാമത്തിൽ അത്തരം കാര്യം നടക്കാൻ എന്തുകൊണ്ട് തിരുവല്ലയിൽ നടന്നുകൂടാ, അതൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ അതിനകത്തൊരു പ്രശ്നം വധിച്ചെന്ന് വെച്ചാൽ
അതിനകത്തൊരു കാര്യം വന്ന് ഞാൻ പാസ്റ്റർ കേശുവിനോട് ഈ കാര്യങ്ങളെല്ലാം ഓപ്പണായി സംസാരിക്കും. അദ്ദേഹം ഓപ്പൺ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ഞാൻ കണ്ടൊരു ക്വാളിറ്റി, ഈ നമ്മൾ തുടങ്ങുന്നതിനോ ആൾക്കാർ കൂടുന്നതിനോ അദ്ദേഹത്തിന് അസൂയയില്ല. പകരം എന്നെ പ്രോത്സാഹിപ്പിക്കുക. രാജു തുടങ്ങി, രാജു തുടങ്ങ്, നടക്കും. ഞാനൊക്കെ ആയിരുന്നു, നമ്മളാണെങ്കിൽ പോലും അതിന് ഒരു കോമ്പറ്റീഷൻ പോലെ തോന്നുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല, രാജു ചെറിയ പരിപാടി മതി എന്ന് പറയും. പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോടെ ഒരു ബഹുമാനമുള്ളത്. ഇപ്പോഴും 34ാമത്തെ കരിസ്മായിലും എല്ലാ നമ്മുടെ വാർഷിക കൺവെൻഷനിലും പ്രസംഗിച്ച ഒറ്റ ആളുകളുള്ളത് കെ സി ജോർജാണ്. സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതി. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് കടപ്പാട് എപ്പോഴും അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു പ്രചോദനമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ എനർജറ്റി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയാലും വൈകിട്ട് വണ്ടിയുമായിട്ട് വരും. ഞാൻ ആ കാറെ കയറിയിരിക്കും. കൺവെൻഷൻ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എനിക്ക് തരും. ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ ജനങ്ങൾ കെ സി ജോൺ അങ്ങനെ ഒത്തിരി പേരെ കൂടെ കൊണ്ടുപോകുകയും എനിക്ക് അദ്ദേഹത്തോട് ആ കാര്യത്തിൽ ഭയങ്കര കടപ്പാടുണ്ട്. നമ്മളൊരാൾ സഹായിച്ചാൽ നമ്മളെ കടപ്പാട് പറഞ്ഞേ പറ്റൂ. അല്ല, എപ്പോഴും നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ലീഡേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അവരുടെ പിൻഗാമികളെ വളർത്തിയെടുക്കുക. അത് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. എനിക്ക് ശേഷം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പാസ്റ്റർ കെ സി ജോണിനെ നമുക്കൊരു മാതൃകയായിട്ട് കാണാൻ പറ്റുന്നു. അദ്ദേഹം എത്രയോ പേരെ സുവിശേഷ പ്രസംഗ രംഗത്തേക്കും സഭാ ശുശ്രൂഷ രംഗത്തേക്കും ഒക്കെ കൈപിടിച്ച് വളർത്തിയ ഒത്തിരി ആളുകളുണ്ട്. സഭാ ലീഡർഷിപ്പിലേക്ക് വളർത്തിയവരുണ്ട്. അല്ല, എൻ്റെ മനസ്സിൽ തീപ്പൊരി ഇട്ടതിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു, നമ്മുടെ കപ്പാസിറ്റി വെച്ച് വിജയിക്കുമോ, നടക്കുമോ, അതിന് സൗകര്യമുണ്ടോ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രാജുവലായിട്ട് പരിശുദ്ധന്മാർ കൂടെ ഇരുന്നു. ഞാൻ സംഘടന തുറന്നു പറയുകയാണ്, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ സാമർഥ്യമോ കഴിവോ പ്രസംഗജാതിരോ അങ്ങനെ ഒരു പ്രസംഗജാതിലുള്ള ആളല്ല ഞാൻ. സാധാരണ ഭാഷ മാത്രമേ ഉള്ളൂ. പ്രത്യേക കൃപാവര ശുശ്രൂഷകളോ വലിയ വെളിപ്പാടുകളോ ദർശനങ്ങളോ അങ്ങനെ പക്ഷേ അതാ സമയം ദൈവം അവർ തന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു പ്രൊഫഷനിലല്ല നമ്മൾ. ദൈവം സഹായിച്ചു. സംഘടിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, ഞാനിവിടെ എല്ലാ വർഷവും ഉപവാസം ഇരിക്കുമ്പോൾ ഒരിക്കൽ ഇവിടെ 7 ദിവസം ഉപവാസം ഇരുമ്പോൾ സംഘടി വന്ന് ഓർമ്മയുണ്ട്, ഞാൻ രാത്രി ചെന്നിക്കിടക്കുമ്പോഴൊക്കെ. അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് പ്രയർ സെൻ്റർ എന്നുള്ള പേരിട്ടതും ഉപവാസവും പ്രാർത്ഥനയൊക്കെ സഭയുടെ വളർച്ചയ്ക്ക് വളരെ സഹായമായിട്ട് തീർന്നു. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു സന്ദേഹമുണ്ടായിരുന്നു, ഇതിങ്ങനെ വളരുമോ ഒക്കെ എന്നൊക്കെ. പക്ഷേ ഞാൻ ഇപ്പം മെഗാ ചർച്ച് എന്ന് പറയുന്ന ആ ഒരു വിഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം യോഗിച്ചോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, യശം മാസ്റ്റർ കാര്യം ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം, ഞാൻ അതിനുശേഷം അമേരിക്കയിൽ പോയപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ ചർച്ചിൽ പോയി. ജോൺ ഓസ്റ്റിൻ ചർച്ച കണ്ടത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ തിരിച്ചെന്ന് പറയാൻ അത് ചെന്ന് കണ്ടപ്പോൾ ജോൺ ഓസ്റ്റിൻ ഉള്ളപ്പോൾ, ഇപ്പോഴേ ജോൺ ഓസ്റ്റിനാണ്. ഈ പ്രാവശ്യം പോയപ്പോഴും ഞാൻ കണ്ടത് ആ ചർച്ചും അതിൻ്റെ സംവിധാനങ്ങളും കണ്ടപ്പോൾ, എടാ അമേരിക്ക അന്നേരമൊക്കെ എന്നെ മനസ്സിലായി, അമേരിക്കയെ പഠിക്കുക എന്തുകൊണ്ട് ഇവിടെ പഠിപ്പിക്കാനൊക്കെ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ മെഗാ ചർച്ചിൻ്റെ ഒരു വിഷയം കയറി നമ്മുടെ അകത്തൂടെ അതിനുവേണ്ടി ആ ലെവലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒത്തിരി എതിർപ്പുണ്ടായി. ഒരിക്കൽ ഒരു പത്രത്തിൻ്റെ അകത്ത് ഒരു ചെറുപ്പക്കാരൻ എഴുതി, മെഗാ ചർച്ചിൽ പറഞ്ഞ പാപമാണ്, പിശാചാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ലേഖനം എഴുതി. അപ്പോൾ അത് കണ്ടപ്പോൾ അന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഇല്ലാത്ത കാലമല്ലേ, ഈ പുസ്തകം ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് ഈ മാസിക വായിച്ചവരൊക്കെ എന്നെ വിളിച്ച് കണ്ടില്ലേ ഷൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ അവനെ ഒരു ദിവസം കുമനാട്ട് പിടിച്ചപ്പോൾ ഞാനോട് ചോദിച്ചു, കുഞ്ഞെ നീ ഇങ്ങനെ എഴുതിയല്ലോ, അത് ശരിയാ, അന്ന് വീട്ടിലെ അപ്പം നിൽക്കാൻ കൂടി വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എവിടെ ഉണ്ട് മെഗാ ചർച്ച, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഷൈൻ ഞാൻ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്, യോഗിച്ചു എന്നെ പിടിച്ചിരിക്കുക മാട ഇങ്ങനെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, സഭ തുടങ്ങി എന്നാ? അവൻ പറഞ്ഞ് പെന്തക്കോസ്ത് നാളിൽ. ഞാൻ ചോദിച്ചു, ആദ്യത്തെ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗം ചെയ്താൽ പത്രോസ് പ്രസംഗം എത്ര പേരാണ് വിശ്വാസത്തോടെ വന്നത് രക്ഷിക്കപ്പെട്ടത്? അപ്പം പറഞ്ഞു 3000 പേര്. സ്നാനപ്പെട്ടതോ 3000 പേര്. ഞാൻ പറഞ്ഞു, സഭ തുടങ്ങുമ്പോൾ തന്നെ 3000 പേരല്ലേ? ഞാൻ സഭ തുടങ്ങിയത് തന്നെ ഫസ്റ്റ് ഡേ തുടങ്ങി. പിന്നെ നീ വായിച്ചിട്ടില്ല 5000 എന്ന്. അപ്പോൾ അവന് ഉത്തരം മുട്ടി. ഞാൻ പറഞ്ഞു, നമുക്കൊരു കപ്പാസിറ്റി ഇല്ല. ഞാൻ സത്യമായിട്ട് കാര്യം പറയുകയാണ്, നമ്മുടെ ആളുകൾക്കൊരു ഭയമുണ്ട്, ആൾ കൂടിയാൽ ഈ സംഗതികൾ മാനേജിന് പോലുള്ള കഴിവ് എനിക്കില്ല, അതൊരിത്രയും പേരും മതിയെന്നുള്ള
ചില ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് ചെയ്യുക. പറയാനുണ്ട്, ഓ ഇത്രയും വഴക്കില്ലാതെ തട്ടിയും മുട്ടി ഇത്രയും കൊണ്ടുപോയാൽ മതിയല്ലോ, എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലി വെച്ച് വെക്കുക. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കാര്യം പറയുകയാണ്, അത് മറ്റുള്ളവർക്ക് അനുഭവമായിട്ടത് പറയുകയാണ്. നമുക്കൊരു വിശാലമായ കാഴ്ചപ്പാട് ദൈവം തന്നാൽ അതിനുള്ള കപ്പാസിറ്റി ദൈവം തരും. നമ്മളാരും ഡോക്ടറേറ്റ് പഠിച്ചിട്ട് ഇറങ്ങി വന്നതല്ല. 50 പേരെ മാനയുള്ള കൃപ ദൈവം തരികയാണെങ്കിൽ 100 പേർക്കുള്ള കൃപയും ദൈവം തരും. അത് 200 ആയാലും സഭാപഠിച്ച് ഞാൻ മനസ്സിലാക്കിയത് 50 പേര് വരെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. 50 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ 100 പേരാകാനായിട്ട് വളരെ ടൈറ്റാണ്. 100 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ മേപ്പോട്ട് വളരും. പക്ഷെ 150, 250 പിന്നെ അവിടെ അങ്ങ് സ്റ്റോപ്പാകും. പിന്നെ അതിന് മേപ്പോട്ട് കാരണമെങ്കിൽ ഭയങ്കര ഉപവാസം പ്രാർത്ഥന ആവശ്യമുണ്ട്. പിന്നെ ആളുകളെ നമ്മളെ സഭയിലൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടില്ല. നമ്മുടെ ആൾക്കാർ മാത്രമേ സഭായത്തിന് കൂടാവൂ, വേറെ ആരും വരാൻ പാടില്ല. തിരുവത്താഴം ഇങ്ങനെ ചെയ്യാവൂ, അങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നിരുന്നില്ല അവരെ റാഗ് ചെയ്യുന്ന പോലെ പ്രസംഗിക്കുകയും അവരെ ഡിസ്കറേജ് ചെയ്യുക, അവർ മേലെ വരാതിരിക്കത്തക്കമാണ്. നമ്മുടെ സഭയിലെ ആദ്യമൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇവിടുത്തെ ഉള്ളവർ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്ര ദൂരം വരുന്നത് എന്ന്. നിങ്ങൾക്ക് അടുത്ത കണക്ക് പോയി കുടിയെ പോരായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുടുസായ മനസ്സുകൊണ്ടാണ്. ഒരു ആരാധന ഒരാൾക്ക് സന്തോഷമാണെങ്കിൽ എവിടെ നിന്ന് വരുന്നത് നമുക്കെന്നെ നഷ്ടം. അതെ, ആളുകൾ വരട്ടെ, ആൾക്കാരെ ആരാധിക്കട്ടെ. നാനാജാതി മത്സരമായി നോക്കയുടെ പട്ടണത്തിൽ എല്ലാ ജാതി മൃഗങ്ങളും വന്ന് കയറി, പക്ഷികൾ 7 ജാതി വന്ന് കയറി. അതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. അത്രയും പേര് മരണത്തിൽ രക്ഷപ്പെട്ടില്ലേ. നമ്മുടെ ആരാധന കൊണ്ടും നമ്മുടെ പ്രോഗ്രാം കൊണ്ടും ജനങ്ങൾക്ക് വിടുതലുണ്ടാകുന്നെങ്കിൽ അത് നമ്മളതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു മെഗാ വിഷൻ ഉണ്ടാകുകയും അതിനകത്ത് ഞാൻ ആടി ഉറച്ച് നിൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രയർ, വർഷത്തിൽ 2 കൺവെൻഷന്, ഏരിയ കൺവെൻഷന്, ഉപവാസ പ്രാർത്ഥനകളെ എല്ലാം ചേർന്ന് ഹൗസ് വിസിറ്റിങ്, മിഷൻ മന്ത് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങി ഒരു വിശാല സിസ്റ്റമാറ്റിക്കായിട്ട് സഭകളെ സെല്ലാക്കി തിരിച്ചു. പിന്നെ ചെയ്ത കാര്യമാണ് കുടുംബങ്ങൾ കൂടിയപ്പോൾ ഏരിയ തിരിച്ച് നമ്മൾ സെല്ലാക്കി, സെല്ലിൻ്റെ പാസ്റ്റർമാരെ ആക്കി അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യത നമ്മൾ പല പാസ്റ്റർമാരും മറ്റ് പാസ്റ്റർമാർക്ക് സാധനം കൊടുക്കത്തില്ല, പ്രസംഗിക്കാനോ വിസിറ്റിങ്ങിനോ ഒന്നും കൊടുക്കത്തില്ല. നമ്മൾ ഫ്രീഡമായിട്ട് കൊടുത്തു അവർക്ക്. നമ്മൾ അതിന്മേൽ വായിച്ച് ചെയ്തു. പക്ഷേ അതിന് ചേർന്ന് ദേവദാസന്മാരെ ദൈവം ഒരുക്കി തന്നു. അപ്പം എവിടെ നിന്നും ആൾക്കാർക്ക് വന്ന് കൂടാമെന്നൊരു സ്ഥിതി നമ്മൾ വരുത്തി. അവരവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ ലോകസഭയിലായിരുന്നെങ്കിൽ അവർക്ക് കിട്ടാവുന്ന സഹകരണം നമ്മൾ അവിടെ കൊടുത്തു. നമ്മൾ പാസ്റ്റർമാരെ കൊണ്ട് ഇപ്പം മരണം വന്നാലും കല്യാണം വന്നാലും ഏത് ഇഷ്യൂസ് വന്നാലും അവർ ലോക്കലിൽ നിന്ന് കിട്ടാവുന്ന സഹകരണങ്ങൾ നമ്മൾ ഇവിടുന്ന് അവിടെ കൊണ്ട് കൊടുക്കുക അവർക്ക്. മനസ്സിലായി. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട കാര്യത്തിൽ വരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ സഭാ ആരാധനകൾ ലൈവാക്കണം. സഭാ ആരാധനകൾ ലൈവാക്കിയാൽ വരുന്നവർക്ക് സന്തോഷമാണ്. ഇപ്പോൾ തിരുവല്ല വരെ വന്നു പോയാൽ പൈസ മുടക്കി വണ്ടി ഓടിച്ച് വന്നാൽ മനസ്സിന് സന്തോഷമാണെങ്കിൽ മനുഷ്യൻ വരും. ഇപ്പോൾ ഹോട്ടലിൽ ആൾക്കാർ പോകത്തില്ലേ? നമ്മൾ എന്ത് പ്രോഡക്റ്റ് കൊടുക്കുന്നു, ഏത് ക്വാളിറ്റി കൊടുക്കുന്നു എന്നുള്ളത് വിഷയം. അതാ വിഷയം. അതിനെയല്ല ഞാൻ 2 കാര്യം. ഒന്ന്, ഭജന ശുശ്രൂഷയ്ക്ക് നമ്മൾ ശക്തമായി പ്രാധാന്യം കൊടുക്കണം. 1 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വചനം പറഞ്ഞു ഒരു ഞായറാഴ്ച. 2, കർത്താവിൻ്റെ മേശ എല്ലാ ഞായറാഴ്ചയും നമ്മൾ നടത്തിയിരിക്കണം. ഞാൻ സഭ തുടങ്ങി അന്ന് തൊട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ എല്ലാ ഞായറാഴ്ചയും കർത്തൃ മേശ. കോവിഡിൻ്റെ 5-6 ആഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കർത്താവിൻ്റെ മേശ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് സഭയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പോയി. ആ സഭ 1400 പേരുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചു, ഈ പോകുന്നിടത്തെ സഭ വളച്ചു ഞാൻ ചോദിക്കും. അദ്ദേഹം പറയുന്നത് എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഏത് യോഗം നടത്തിയാലും കർത്തൃമേശയുണ്ട്. യോഗത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം കർത്തൃമേശയിലത്ത് യോഗം പുള്ളി നടത്തുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? കർത്തൃമേശ കഴിയുമ്പോൾ രോഗശാന്തിയും വിടുതലും ഒക്കെ അവിടെ നടക്കുകയാണ്. നമുക്ക് എളുപ്പം തോന്നും, വട്ടാൻ തോന്നും, പക്ഷേ അതിന് വിടുതല്ല. കർത്താവിൻ്റെ മേശ നമ്മളെ ക്രമമായിട്ട് അനുഷ്ഠിച്ച് ക്രമത്തോട് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ ദൈവം തമ്പുരാൻ അതിനകത്ത് ഇടപെട്ട് നമ്മളെല്ലാം സഭ വളർത്തുന്നു, ദൈവം സഭ വളർത്തുന്നു. നമ്മളെല്ലാം ആത്മാക്കളെ കൊണ്ടുവന്ന് ദൈവം കൊണ്ടുവരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പിടിയങ്ങ് വിടണം. നമ്മുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കെ അത് വരാതെ. അപ്പം അതുകൊണ്ട് അങ്ങനെ വിശാലമായ കാഴ്ചപ്പാട് ആർക്കും വന്നുകൂടാം. ഏത് സ്ഥലത്തു നിന്ന് ആൾക്കാർക്ക് വന്നുകൂടാം. അമ്മേന് ഏതെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ ആൾക്കാരെ ഒഴിച്ചു മാറ്റുന്ന ആ രീതി നമ്മൾ മാറ്റണം. ദൈവം അവരുമായിട്ട് കണക്ക് തീർക്കട്ടെ. നമ്മളങ്ങനെ ഒരു പഴയ ഒരു ചട്ടക്കൂട്ടും മാമ്പയിലും വെച്ചുകൊണ്ടിരുന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭ വളരത്തില്ല. സഭ വളരണമെന്നും
അതനുസരിച്ച് നമ്മൾ ആരാധന ആലയങ്ങൾ വലുതാക്കുകയും അതനുസരിച്ച് പ്ലാനും പതിവ് നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുന്നത്, ഞാൻ IPCയുടെ പ്രസിഡന്റ് പദവി വരെ എത്തിയ ഒരാളായതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മെഗാ ചർച്ച് വിഷൻ കൊടുക്കണം, സഭയിൽ മൊത്തത്തിൽ കൊടുക്കുകയും എല്ലാ സിറ്റികളിലും മെഗാ ചർച്ച സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സത്യമായിട്ടും പറയാൻ ആഗ്രഹിച്ചിരുന്നു. മീൻസ് എല്ലാ സിറ്റികളിലും ഒരു മെഗാ ചർച്ച് വിഷനോട് അതിനെ കഴിവുള്ള പ്രാപ്തിയുള്ള ദേവദാസന്മാരെ ട്രെയിൻ ചെയ്തവരെ ആക്കണം. അല്ലാതെ 3 വർഷം മാറി മാറി വരുന്ന ട്രെൻഡിലല്ല, സ്ഥിരമായിരുന്ന് വർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാരെ ഓരോ സിറ്റി ബേസ്ഡായിട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമസഭകളിലും ആത്മാക്കൾ കൂടുതലായി വരത്തക്കോണമായിട്ട് നമ്മൾ സ്ട്രാറ്റജി മാറ്റണം. VA തോമസ് എന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഷാരോയിൽ. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞാണ്, രാജുമോനെ 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ കവറിലിട്ട് കൊടുക്കണമെന്ന്. 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ കവറിലിട്ട് കൊടുക്കണമെന്ന് അന്ന് പുള്ളി പറഞ്ഞു, മരിക്കുന്നു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കാലം മാറിയ കാര്യം നമ്മൾ മനസ്സിലാക്കി കാലോചിതമായി മാറണം. നമ്മൾ കാലോചിതമായി മാറുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, അംബാസിഡർക്കാർ ഇന്ന് എന്ത് ചെയ്യും? ഇന്ത്യയിൽ അംബാസിഡർക്കാരെ ഉണ്ടായിരുന്നുള്ളല്ലോ, ഇന്ന് എന്ത് ചെയ്യും? കാണാൻ കിട്ടുന്നില്ല. കാരണം അവർ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്തില്ല, കാര്യങ്ങൾ മാറിയില്ല. കാര്യങ്ങൾ കാലത്തിനനുസരിച്ച് മാറി. അതുകൊണ്ട് സുവിശേഷത്തിനകത്ത് വെള്ളം ചേർക്കണം എന്നുള്ളതല്ല, വിശുദ്ധി വേണ്ട എന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിൻ്റെ തടസ്സം. എണ്ണ പൂശി പ്രാർത്ഥി, ഇപ്പോൾ എല്ലാത്തിനും വിമർശനമാണല്ലോ. എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നാ തടസ്സം? ഞാൻ വിദേശത്തെ സഭയിൽ പോയപ്പോൾ ആ ദേവദാസൻ കണ്ടു, ആരാധനക്കടയിൽ മുമ്പോട്ട് വിളിക്കുന്നു, പ്രാർത്ഥിക്കാൻ വരാൻ പറയുന്നു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം പോക്കറ്റിലോട്ട് കൈ ഇടുന്നു, എണ്ണ തൂത്തിട്ട് ഓരോരുത്തർ കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഷൈൻ ചെയ്യാനായിരിക്കുന്നു, നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ആ സാക്ഷി വരാൻ സമയം കൊടുത്തപ്പോൾ കാണുന്ന ഓരോരുത്തർ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അന്നേരം സൗഖ്യമുണ്ടായി, സാക്ഷി പറയുക. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടപ്പെട്ട കാര്യമാണ്. വേദവസ്തു ഇല്ലാത്ത കാര്യം ചെയ്യണ്ട, ഉള്ള കാര്യം നമുക്ക് ചെയ്യുന്നതന്നെ കുഴപ്പം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും ദൈവത്തിന് ഓരോ പദ്ധതികളാണ്. ചെങ്കലിൽ വിളക്കാനായിട്ട് മോശ വടി നീട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ യോർദാനി വന്നപ്പോൾ വടിയല്ല നീട്ടത്, പെട്ടെന്ന് കാലി ചവിട്ടുകയാണ് ചെയ്തത്. എരിയോക്കോട്ട ഇടിക്കാനായിട്ട് വട്ടം ചുറ്റുക ചെയ്തത്. ദൈവത്തിൻ്റെ സ്ട്രാറ്റജി ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിലയിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ നാമം ഉയരല്ല, ദൈവത്തിൻ്റെ നാമം ഉയരണം. നമ്മുടെ പേര് ഉയർത്താനും നമ്മുടെ ഫാമിലി ഉയർത്താനും നമ്മുടെ പിള്ളേരെ ഉയർത്താനും ഒന്നും നമ്മളൊരു കാര്യം ചെയ്യല്ല. ഒറ്റ കാര്യം മാത്രമേ ദൈവനാമത്തിന് മാത്രം ബഹുമാനം കൊടുക്കുക. 2, എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, അമിതമായിട്ടുള്ള കമ്മിറ്റികളാണ് സഭയുടെ വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടാക്കുന്നത്. കമ്മിറ്റി വേണ്ട ഞാൻ പറഞ്ഞില്ല, കമ്മിറ്റി നല്ല കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി പറയുന്നുണ്ടല്ലോ, ജ്ഞാനമുള്ള 7 പേരെ തിരഞ്ഞെടുത്തു, പരിശുദ്ധന്മാർ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ സഭയിൽ പരിശ്രമം തന്നെ എത്ര പേരുണ്ട് കമ്മിറ്റിയിൽ? അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കമ്പനി കൊണ്ടുപോകുന്ന ഒരു സഭ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഒരു സഭയിൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അവർ തന്നെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഗൈഡൻസ് മേടിച്ച് ചെയ്യുന്ന ആൾ, കൃപയശക്തി നിറഞ്ഞ സ്റ്റേഫാനോസ് ചെയ്ത എന്താ ജനത്തിൽ വലിയ അത്ഭുതം അടയാളം ചെയ്തവനായിരുന്നു 1ാമത്തെ കമ്മിറ്റിക്കാരൻ. അപ്പോൾ കമ്മിറ്റിയുടെ അതിപ്രശ്നം വന്നു കഴിഞ്ഞാൽ സഭയുടെ വളർച്ച മുരടിക്കും, പാർട്ടികളുണ്ടാകും, വഴക്കുണ്ടാകുകയൊക്കെ ചെയ്യേണ്ടത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വലിയ പരുക്കൾ ഉണ്ടാകാത്ത നിലയിൽ ഭംഗിയായ നിലയിൽ ദൈവത്തോടെ ഗൈഡൻസ് ചോദിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. ലോകത്തിൽ വളരുന്ന ഏത് സഭയോർത്തോണം കണ്ടോണം, പഠിച്ചോണം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ പഠിക്കുന്ന ഒരാളാണ്. കണ്ടൊരു കാര്യം, ഈ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അവിടെയെല്ലാം ദേവദാസന്മാർ പ്രാർത്ഥിച്ച് ദൈവത്തിന് മേടിക്കുന്നത് ഗൈഡൻസാണ് സഭയുടെ വളർച്ചയ്ക്ക്. പരിശുദ്ധന്മാരുടെ ഗൈഡൻസ് അപ്പോസ്തലപ്രവൃത്തി പഠിച്ച് മുമ്പോട്ട് പഠിച്ച് എല്ലാ ആത്മാവല്ലേ ചെയ്തത്. ഫിലിപ്പോസ് ചെയ്ത് എന്താ, ശമരിയെ പിടിച്ചെന്താ ആത്മാവിൻ്റെ ശക്തി കൊണ്ടല്ലേ ചെയ്തത്. പൗലോസ് എന്താ ചെയ്തത്, തിമോത്തിയോസ് എന്താ ചെയ്ത്, തീത്തോസ് എന്താ ചെയ്ത്, അവരെല്ലാം ഞാൻ പൗലോസിനെ പറയുന്നത്, ഞാൻ കർത്താവ് നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ അതിരുകളിൽ അനുഗ്രഹിക്കുകയും അത് വലുതാക്കുകയും ചെയ്യും. വളരുന്ന ഏത് സഭയുടെ പുറകിലും ഡെഡിക്കേഷനുള്ളൊരു പാസ്റ്ററും ദർശനമുള്ള പാസ്റ്ററും ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുമാണ്. ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഈ നമ്മുടെ സഭയുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് 3 വർഷം കൂടുമ്പോൾ ശുശ്രൂഷന്മാർ മാറുന്ന ഒരു പതിവാണ് ഉള്ളത്. അപ്പോൾ അത് ഒരിക്കലും ഒരു മെഗാ ചർച്ച് വിഷനുള്ള ഒരു പാസ്റ്റർക്ക് അങ്ങനെ മാറി പോകാൻ ഒക്കും. അങ്ങനെ മെഗാ ചർച്ചുള്ള വിഷൻ പാസ്റ്റർ മാറിയ സഭ തളർന്നു പോകും.
തകർന്നു പോകും. കാരണം ആ വിഷൻ അടുത്ത് വരുന്ന പാസ്റ്റർ കൊണ്ടാണെന്നില്ല. ഈ ദേവദാസന്മാരുടെ വിഷനാണല്ലോ, മോശയ്ക്കാണല്ലോ ദൈവദർശനം കൊടുത്ത ഇസ്രായേൽ മക്കളെ നയിക്കാനായിട്ട്. അത് മോശയിൽ നിന്ന് അത് യോശുവയിലേക്ക് ദൈവം പകർന്നു കൊടുക്കുമായിരുന്നു. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിങ്ങനെയാണ്, മോശ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് യോശുവ ജ്ഞാനാത്മപൂർണനായി തീർന്നു. പൗലോസിന്റെ ആ പകർച്ചയാണ് തിമോഥെയോസിന് കിട്ടിയത്. അങ്ങനെ കിട്ടുന്ന പകർച്ചയ്ക്കകത്തൊരു വിടുതലുണ്ട്. അതല്ലാതെ നമ്മുടെ സൊസൈറ്റിപരമായിട്ടുള്ള ട്രാൻസ്ഫറിനകത്ത് ഒരു ദർശനമില്ലാത്തവൻ ഒരു സഭ ഉണ്ടെങ്കിൽ, നമ്മുടെ സഭയിലൊക്കെ ഒരു പാസ്റ്റർ വന്ന് എന്നോട് ഒരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞു, അത് പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ 60 കുടുംബങ്ങളെ ആ ദേശത്ത് സ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്തു പറഞ്ഞാൽ അസിയോട് കൊടുത്തതാണ്. അവനവിടെ ഇരുന്ന് ഷൈൻ ചെയ്യണമെന്ന് കൊടുത്തു. അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ അതിൽ 30 കുടുംബങ്ങൾ മാറിപ്പോകേണ്ടതായിട്ട് വന്നു. കാരണം ജനിപ്പിച്ച ഇടയനല്ലേ അറിയത്തുള്ളൂ ആളുടെ പൾസ്. ഇപ്പം ഇതിലുള്ള പ്രേസൻ്റെ സഭയിലെ വിശ്വാസികൾ ഓരോരുത്തരും എനിക്കറിയാം. അപ്പോൾ അവരുടെ പൾസ് അറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, അവരോട് എങ്ങനെ ഇടപെടുമെന്ന് അറിയാം. ഒരമ്മയ്ക്കല്ലേ കുഞ്ഞിൻ്റെ രീതി അറിയത്തുള്ളൂ. തള്ളിയ ആളുകളെ പതുക്കെ നിർത്തുന്നു അല്ലേ? അപ്പോൾ ഒരു പാസ്റ്ററുടെ പാഷൻ പറഞ്ഞാൽ പാസ്റ്ററും ഡോക്ടറും ഒരേ അനുഭവക്കാരാണ്, 24 hours ഡ്യൂട്ടിക്കാരാണ്. അവർക്ക് ഉറക്കാൻ പറ്റത്തില്ല. അവർ ആ പാഷനോട് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ പ്രസംഗത്തെ ഇപ്പം എനിക്കൊരു ഹൃദയശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഹൃദയശുശ്രൂഷ എന്ന് പറഞ്ഞ് സഭയിൽ എന്നിട്ട് വടിയും പിടിച്ചുകൊണ്ട് ഇന്ന് പ്രസംഗിക്കുന്ന എല്ലാ ഹൃദയശുശ്രൂഷ അതുണ്ട്. പക്ഷേ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ആളുകളെ പരിപാലിക്കുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ഞായറാഴ്ച ആരാധന. അപ്പോൾ ഞായറാഴ്ച വന്ന് ഞങ്ങൾക്ക് ഷൈൻ ചെയ്യുന്ന എല്ലാ വിഷയം. പിന്നെ ക്രമമായി ബൈബിൾ പഠിച്ച് വചനം ശുശ്രൂഷിക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കണം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ജനങ്ങൾക്ക് നല്ല മേച്ചപ്പങ്ങൾ അവരെ നയിക്കണം. 3, ശക്തമായ ആത്മീയ ആരാധന, പാട്ട് ശുശ്രൂഷ. ഒരു സഭയിൽ അടുത്തിടെ സംഭവിച്ച കാര്യമാണ്. ഓർഗൻ മേടിച്ച് ഒരു പിള്ളേരെല്ലാം കൂടി ഓർഗൻ മേടിച്ച് പാട്ട് പാടാൻ വേണ്ടി എൻ്റെ പാസ്റ്റർ പറയാണ്, പിശാച് കയറാൻ ഓരോന്ന് കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. ഓർഗൻ പുള്ളി ആ ഓർഗൻ വായിപ്പിക്കാൻ സമ്മതിച്ചില്ല. ചെറുപ്പക്കാരായ സഹോദരന്മാർ ഓർഗൻ കൊണ്ട് പാടാൻ മതി, ഇവിടെ തമ്പാറ് മതി. അതെന്ന് പറഞ്ഞിട്ട് അത് സഭ വളരാതിരിക്കാനായിട്ട് നമ്മളതിൻ്റെ തടസ്സമാണ്. നമ്മൾ പഠിച്ചു വെച്ച കുറച്ച് പാരമ്പര്യ രീതികളുണ്ട്. ആ രീതിയിൽ മോചനം വന്നെങ്കിലേ നമ്മുടെ സഭ വളരത്തുള്ളൂ. മറ്റുള്ളവരുടെ വന്ന് കയറത്തക്കോണമായിട്ട് നമ്മുടെ വാതിലുകൾ തുറന്നിടണം. ജനങ്ങളെ ഒരുക്കാനായിട്ട് നമ്മളതിന് തയ്യാറാകണം, അതിനോട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളക്കരയിൽ മെഗാ ചർച്ചസ് നടക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിന്ന് നേരെയായാൽ മതി. പാരമ്പര്യ പെന്തിക്കോസ്തുകാരനൊരു കൂട്ടരുണ്ട്, പുതുതായി വന്നവരുമുണ്ട്. ഇവർ തമ്മിൽ കൊളിഷനുണ്ട്. പഴയ ആൾക്കാർ അവരൊരു മാമൂലുണ്ട്, പുതിയ ആൾക്കാർക്ക് പുതിയ ലെവലുമുണ്ട്, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നതുകൊണ്ട്. രണ്ടിനും കൂടെ ഏകോപിച്ചോട് പോകാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. കമ്പനികളൊക്കെ അങ്ങനെയല്ല വളരുന്നത്. പഴയ സ്റ്റൈലിൻ്റെ കൂടെ ഇപ്പം AI ഒക്കെ വരികയല്ലേ. അപ്പം എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്താലൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. ഇപ്പോൾ സംഘടനയ്ക്ക് അറിയാം, ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും അവർക്കെല്ലാം 6 മാസം കൂടി ഇരിക്കുമ്പോൾ അവർക്കെല്ലാം ക്ലാസ്സസ് ഉണ്ട് ഇല്ലേ, അപ്ഡേറ്റ് ക്ലാസ് എന്തുവാ, സംവിധാനങ്ങൾ മാറി, മരുന്ന് മാറി, മിഷനറി മാറി, എല്ലാം അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആക്കണം. അപ്ഡേഷൻ ഇല്ലാത്ത ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളാണ്. വിശ്വാസികൾക്ക് അപ്ഡേറ്റ് ഇല്ല, കർത്തദാസന്മാർക്ക് അപ്ഡേറ്റ് ഇല്ല. പഴയ കുറച്ച് കുറിപ്പടികളുണ്ട്, അതിനകത്ത് നോക്കി ഏതാണ്ടൊക്കെ പ്രസംഗിക്കുക. സഭാ വളർച്ചയെക്കുറിച്ചൊരു ദർശനമില്ല. ഇങ്ങനെ ട്രാൻസ്ഫർ സിസ്റ്റം തന്നെ സഭാ വളർച്ചയ്ക്ക് ദോഷമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, വർക്ക് ചെയ്യാനും ആത്മദാഹമുള്ള ദേവദാസന്മാരെ ശക്തം വർക്ക് ചെയ്യുന്നത് അവരെ സ്ഥിരമായി ഇരിക്കാൻ അനുവദിക്കണം. ഇപ്പോൾ ആന്ധ്രയിലൊക്കെ സ്ഥിരമായ പാസ്റ്റർമാരിരിക്കുന്നത്, അതിന് സഭകൾ വളരുന്നുണ്ട്. സംഘടന ഒരു കാര്യം മനസ്സിലാക്കണം, സ്ഥിരമായിരിക്കുന്ന പാസ്റ്റർമാരിരിക്കുന്ന സഭകൾക്ക് വളർച്ചയുണ്ടോ ഇല്ലയോ, വിദേശത്തായാലും സ്വദേശത്തായാലും നമ്മുടെ നാട്ടിലാണെങ്കിലും. ഏതായാലും ബാക്കിയുള്ള സഭകളേക്കാൾ വളർച്ച ഉണ്ടല്ലോ, ഉണ്ട്. കാരണം അവരെ സ്വന്തം എന്നുള്ള നിലയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യും, അവർ പ്രവർത്തിക്കും. അല്ല 3 വർഷം വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു വർഷം ദേശത്തെ മനസ്സിലാക്കാൻ, രണ്ടാമത്തെ വർഷം ഒന്ന് ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും, 3ാമത്തെ വർഷം ട്രാൻസ്ഫർ ആകും. പരിപാടിയെല്ലാം കഴിഞ്ഞു, അടുത്ത ആൾക്ക് ആ ദർശനം ഇല്ലാതെ വരും. ഓക്കെ, സഭാ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ആ അധികാര സ്ഥാനത്തിരിക്കാൻ പറ്റിയില്ല. അപ്പം നിരാശയുണ്ടായോ?
നിരാശ ഉണ്ടായെന്ന് ചോദിച്ചാൽ പാസ്റ്റർ എന്നുള്ള മനുഷ്യനുള്ള നിരാശ ഉണ്ടായി. പക്ഷെങ്കിൽ ബൈബിൾ വാക്കുകൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിന്നെപ്പോലെ വിളിക്കപ്പെട്ടവർ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നൊരു വാക്യം നമ്മൾ പ്രസംഗിക്കാറുണ്ടല്ലോ. ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്, ആദ്യം ഒരു പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞപ്പോഴാണ് ഈ കോഡ് വന്നപ്പോൾ നമ്മുടെ ആരാധന ആരെങ്കിലും അടഞ്ഞു പോയപ്പോൾ പൗരുഷൻ ഓണായി. ആ ശുശ്രൂഷയ്ക്കകത്ത് എന്നെ കൂടെ ദൈവം ഉൾപ്പെടുത്താൻ കാര്യം ആദ്യത്തെ 2 എപ്പിസോഡ് എടുത്ത് ഞങ്ങളുടെ വീട്ടിലെടുത്ത് ചത്തൊന്നും പറയാൻ സമയം എടുക്കുന്നില്ല. എല്ലാം അടഞ്ഞു പോയപ്പോഴേ നമുക്കൊരു ആരാധന വേണമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പാസ്റ്റർ കേസിയോനും ആർ സാറ്, മത്തീഷാക്ക സാറ്, അപ്പോൾ എന്നോട് ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ, പ്രിയ ബാബുചര്യം പാസ്റ്റർ, KCSML പാസ്റ്റർ, അതുപോലെ തന്നെ ഷാജിയം പോലെ പ്രിൻസ് പാസ്റ്റർ, പിന്നെ അനിഷ് പാസ്റ്റർ തുടങ്ങിയുള്ള ദേവദാസന്മാരോട് ചേർന്ന് വന്ന് അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് വ്യാപകമായ പ്രതികരണം കിട്ടി. അത് ബന്ധുക്കോസുകാർ മാത്രമായിരുന്നില്ല, എല്ലാ നാനാജാതി മനസ്സിലായിട്ടുള്ള ആളുകൾ വന്ന് വലിയ മാസീവായിട്ടുള്ള ഇതായി വന്നപ്പോൾ അതിൻ്റെ ശുശ്രൂഷ വന്നപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഈ സഭയ്ക്കകത്തിൻ്റെ അപ്പുറത്തായിട്ട് ലെവലിലോട്ട് ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്കകത്ത് മാറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അവിടെ തുടരാൻ ഒക്കാതെ പോയതും ഇതിപ്പോഴിങ്ങനെ വന്ന് ഇതിനകത്ത് കയറാനിടയായതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലായി. രണ്ടാമതൊരു കാര്യം, ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പുറകെ നടന്ന കാലഘട്ടത്തിൽ എനിക്ക് ലോക്കൽ സഭ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കൂടുതൽ സമയം അതിൻ്റെ പുറകെ നടന്നുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ നടന്നു, വളർച്ച ഉണ്ടായില്ല, ഇടയ്ക്കൊരു ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഈ 2 കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി. ഒന്ന് പൗരുഷൻ്റെ ശുശ്രൂഷയിലും, മറ്റൊന്ന് ലോക്കൽ സഭയുടെ കാര്യത്തിലും കംപ്ലീറ്റ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴേ 2 ദൈവം നമുക്കൊരു ഒരു ഒരു ലെവലിൽ മാറ്റം തന്നു. കാരണം ശുശ്രൂഷയിൽ എവിടെ ചെന്നാലും ആളുകൾ നമ്മൾ മനസ്സിലാക്കാൻ റെക്കഗ്നൈസ് ചെയ്യത്തൊക്കെ നമ്മളുടെ ശുശ്രൂഷ മറ്റ് പെന്തക്കോസ്തയിൽ മാത്രമല്ല, ഇപ്പോൾ എല്ലാ എവിടെ പോയാലും ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്ന ലെവലിലേക്ക് ദൈവം നമ്മൾ ഉയർത്തി. പ്രസിഡൻ്റായിട്ട് ഇരുന്നതിനേക്കാൾ കിട്ടാവുന്നതിൻ്റെ 100 ഇരട്ടി റെസ്പോൺസ് ശുശ്രൂഷ ദൈവം നമുക്ക് തന്നു. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നൊരു സിസ്റ്റമായിട്ട് പ്രസംഗിക്കുന്ന ആളായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ കോഡ് വന്നുകൊണ്ടാണ് പ്രസംഗിക്കാനായിട്ട് ഞാൻ തിരിയാൻ കാരണമായിരുന്നത്. അതുവരെ ഞാനിങ്ങനെ പ്രസംഗിക്കുമായിരുന്നു, പക്ഷേ നമുക്ക് പ്രസംഗിച്ചേ പറ്റൂ എന്നുള്ളവരോ ആഴ്ച 3-4 പ്രസംഗം ചെയ്യണം. കുത്തിയിരുന്നു, പ്രാർത്ഥിച്ചു, പ്രസംഗം തയ്യാറാക്കി. അപ്പം നമുക്ക് ആ ലെവലിട്ട് ഉയരാൻ പറ്റി. അതൊന്ന്. 2, അത് മുഖാന്തരമായിട്ട് സഭയിലേക്ക് ആത്മാക്കളെ വരാൻ തുടങ്ങി. അത് എൻ്റെ പ്രൊഫഷണൽ മിനിസ്ട്രി ലോക്കൽ സഭ വളർച്ചയ്ക്ക് വളരെ സഹായമായെന്ന് സന്തോഷത്തോട് ഓർപ്പിക്കുകയാണ്. അത് ഒരു വലിയ ഭാഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ മുമ്പേ പറഞ്ഞത് പൂർത്തീകരിക്കാൻ പറ്റാത്ത 2 കാര്യം കൂടി. സഭ വളരാനായിട്ട് 2 കാര്യങ്ങളോട് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുക. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നമ്മൾ എക്സസൈസ് ചെയ്യണം. ഇന്ന് നമ്മുടെ സഭയിൽ അതില്ല. പാട്ട് പാടി 3ാമത്തെ ശ്വാസം എടുത്ത് പാടി 3 കൈ കൊട്ടുന്ന പരിശുദ്ധാത്മാവ്, അതല്ല പരിശുദ്ധാത്മാവ്. അതൊരു സ്റ്റാർട്ടിങ് നമുക്ക് നരിയാനുള്ള അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നമ്മുടെ ആദ്യകാലത്തെ അപ്പച്ചന്മാരെ എക്സസൈസ് ചെയ്തുകൊണ്ടാണ് ഈ സഭ ഇത്രയും വളർന്നു വന്നത്. ഇതുപോലെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. 2, അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. 3, പ്രത്യേകിച്ച് രോഗശാന്തിയിൽ വിശ്വസിക്കണം. 4, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. നമ്മുടെ പല ബന്ധുക്കോസ് പാസ്റ്റർമാരും ഇപ്പോൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് സിസ്റ്റമാറ്റിക് തിയോളജിയാണ്, ഡോക്ടറേറ്റൊക്കെ ഉണ്ട്. തിയോളജി നല്ല കാര്യമാണ്, പക്ഷെ തിയോളജിക്കകത്തായിട്ട് നമുക്ക് അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. അതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ സഭാ വളർച്ചകൾ അതിരില്ലാതെ വളരാനിടയാത്തുകൾ. മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കിയോട് ഞാൻ പറയുന്നു, സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നന്മയ്ക്ക്, നാളെ സംഭവിക്കാനുള്ളതും നന്മയ്ക്ക്. എൻ്റെ ആഗ്രഹം പറയുകയാണ്, ഈ ഇൻ്റർവ്യൂ അനേക പാസ്റ്റർമാർക്ക് എനർജിയാണെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നോട് ഒത്തിരി പാസ്റ്റർ പറഞ്ഞുകൊണ്ട്, സാങ്കുട്ടി പാസ്റ്റേ ഇതെങ്ങനെയാണ് സഭ വളരുന്നത് എന്ന് ഇപ്പോൾ ചോദിക്കാറുണ്ട്. എന്താ അതിൻ്റെ റീസൺ എന്തോ, എങ്ങനെയാണ് വളരുന്നത്? അവർ പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തെളിയാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങ് ആകെ ഡൗൺ ആകുക, ഡിപ്രസ്ഡ് ആകുക, പ്രസംഗിക്കുക. അവരൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളെക്കൊണ്ട് ദൈവത്തിൽ പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മളെക്കൊണ്ടൊക്കെ ഏത് ദേവദാസന്മാരെ കൊണ്ടോ രോഗശാന്തി പറഞ്ഞ ഒരു കൊച്ചു പയ്യനെ കൊണ്ട് പ്രവചന ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ജീവിത സന്ധാനമല്ലേ വലുത്. നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടക്കാനും പൈസ കിട്ടണം, അതല്ല. മുന്നമേ അവരുടെ രാജ്യനീതി അന്വേഷിപ്പ് അവരെല്ലാം കിട്ടും. നമ്മുടെ ആത്മീയത്തിനും സഭാ ശുശ്രൂഷയ്ക്കും ആത്മീയത്തിനും മുൻതൂക്കം കൊടുത്താൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. എൻ്റെ അനുഭവം ഞാൻ പറയാം. 2 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം,
അവരുടെ വിവാഹം, അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും നന്മയുണ്ടായി, സഭയ്ക്കും നന്മയുണ്ടായി. കിട്ടുന്ന നന്മ കർത്താവിന്റെ വേലത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. നമ്മുടെ കാര്യങ്ങൾ ദൈവം നടത്തി തന്നു, സഭയും ദൈവം വളർത്തി തന്നു. ഞാൻ സംഘടന തുറന്നു പറയാണ്, വർഷോടും പറയുകയാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ 1% പോലും എനിക്കൊരു പശ്ചാത്താപമോ ഒരു വിഷമോ ബുദ്ധിമുട്ടില്ല. 100% സാറ്റിസ്ഫൈഡാണ്. എന്നെപ്പോലുള്ള ബലഹീനനായ മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിക്കാതിൻ്റെ അപ്പുറമായി ദൈവം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബലഹീനത ഉണ്ടെങ്കിൽ തന്നെ അത് കവർ ചെയ്യുന്നൊരു അഭിഷേകം. അതോടൊപ്പം തന്നെ ആത്മാക്കളെ ദൈവം തരുന്നു. എൻ്റെ ലക്ഷ്യം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുകൊണ്ട് ഞാൻ തീരുകയില്ല. ഇതുകൊണ്ട് ഈ ഇത്രയും പേരെ കൊണ്ട് ഒതുങ്ങാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 1000 കുടുംബങ്ങളിൽ 1000 സുവിശേഷമ തിരുവില്ല യേശുവിന് വേണ്ടി എഴുന്നേൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ ഇപ്പോൾ സഭയ്ക്കകത്ത് തന്നെ 1000 വിശ്വാസമുണ്ട്. പുറത്തൊരു 500 വിശ്വാസം നമുക്കുണ്ട്, സഭയിലുണ്ട്. 500 പേരുള്ളൊരു സഭയാണ് നമ്മുടെ സഭ. എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ലക്ഷ്യം 1000 കുടുംബങ്ങൾ 1000 ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു 5000-6000 പേരെങ്കിലും മിനിമം നമ്മുടെ 15 പേരെ കൂടാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഒരു അടുത്തൊരു ലെവൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തയ്യാറിൽ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. 2026 സഭ ഒരു വിശ്വാസത്തിൻ്റെ വർഷമായിട്ട് എടുത്തിരിക്കുകയാണ്. എൻ്റെ തീരുമാനം വിശ്വാസമാണ് ജീവിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായമാണ് ഈ വർഷത്തെ സഭയുടെ ആപ്ത അധ്യായം. അതിനകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. കാറ്റും മഴയും കാണത്തില്ല. താഴ്വ കുഴികൾ കുഴിച്ചാൽ കുഴി ഞാൻ വെള്ളം കൂടെ നിറയ്ക്കാം. അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം നടത്തുമെന്ന് ഇന്ന് വരെ ദൈവം പഠിപ്പിച്ചെങ്കിൽ ബാക്കി ദൈവം പഠിപ്പിക്കും. എൻ്റെ ആഗ്രഹം പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ ഇതെല്ലാം കണ്ടിട്ട് വേണം മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു മെഗാ ചർച്ച ഉണ്ടാക്കി വലിയ ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമ മോശം മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. ആത്മാക്കൾ എവിടെ നിന്നും, ഏത് രാജ്യത്തു നിന്നും, ഏത് സ്ഥലത്തു നിന്നും. ഇപ്പോൾ സഭയ്ക്ക് തന്നെ 2-3 ബസ്സുണ്ട്, സംവിധാനമൊക്കെ. ഇനിയിപ്പോൾ കൂടുതൽ വണ്ടികൾ വാങ്ങണം, കൂടുതൽ ആളുകൾ വരണം. എല്ലാം വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യും. നമുക്ക് വേണ്ടിയല്ല. നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കല്ല. നമ്മളെ ഉയർത്താനോ അങ്ങനെ പോയാൽ ദൈവത്തിന് അടി കിട്ടും. നമ്മൾ താണോണ്ട് ഓരോ ദിവസം താണ് ദൈവനാമം ഉയർത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിക്കുമെന്നതിന് പ്രതീക്ഷ. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളിലൊന്നും പശ്ചാത്താപമില്ല, വിഷമമില്ല, എല്ലാം നന്മയ്ക്കായിട്ട്. ഓക്കെ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷ പോലെ, ആഗ്രഹം പോലെ ഒരു മെഗാ ചർച്ച തിരുവല്ല പട്ടണത്തിൽ, അത് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് ഞാനും കൂടെ കാണും. താങ്ക് യു. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കൂട്ടത്തില്ലേ സെബര വളച്ചിൽ സംഘടിക്കൊരു നല്ല പാർട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല അഡ്വൈസും അതോടൊപ്പം തന്നെ അതിൻ്റെ പബ്ലിസിറ്റി കാര്യങ്ങൾ, ഹല്ലേലൂയ പത്രം എല്ലാം ഭയങ്കര സപ്പോർട്ട് കഴിഞ്ഞ ആൾ ചെയ്തു തന്നു. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഒന്നൊരു കാര്യം കൊണ്ട് അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ആത്മാർത്ഥമായി നിന്നു. ചർച്ചിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, സെക്രട്ടറി, ട്രഷറർ, അവരെല്ലാവരും ചേർന്ന് നിന്നു. നമ്മുടെ സെക്രട്ടറി PJ വർഗീസ്, ജോസക്കറി അവരെല്ലാം ചേർന്ന് നിന്നു. അസോസിയേറ്റ് പാസ്റ്റർ ചേർന്ന് നിന്നു. അതിൽ മറ്റു ദേവദാസ സെൽഫ് പാസ്റ്റർമാർ കൂടാനുള്ള ദേവദാസന്മാർ, പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. സഭയുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മഹാകൃപയിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് മീറ്റിംഗ് ആണെങ്കിലും, അതിൽ ലേഡീസ് മീറ്റിംഗ് ആണെങ്കിലും, വെള്ളിയാഴ്ച ഡെലിവറൻസ് മീറ്റിംഗ് ആണെങ്കിലും, ഒപ്പം ഞായറാഴ്ചത്തെ ആരാധനയാണെങ്കിലും എല്ലാം സന്തോഷമായി പോകുന്നു. സഭയിൽ വിശ്വാസത്തോടെ എനിക്ക് ഭയങ്കര കടപ്പാടാണ്. അവരെ പ്രാർത്ഥന, സഹകരണം, സാമ്പത്തിക കൂട്ടായ്മകളെ ഒക്കെ എനിക്ക് വലിയ അനുഗ്രഹമാണ്. സഭ സത്യം പറഞ്ഞാൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് 34 വർഷം കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അതിൽ വളരെ സന്തോഷമുള്ള സഭയിലുള്ള വിശ്വാസികളെല്ലാം ഈ കാര്യത്തിൽ എന്നോട് ചേർന്ന് നിന്നു. അവർ ഒരു വാക്ക് നന്ദി പറയാതെ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുകയാണെങ്കിൽ നന്ദികരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കർത്തദാസന്മാർക്കും വിശ്വാസികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇൻ്റർവ്യൂ അനേക കർത്തദാസന്മാർക്ക് സഭാ വളർച്ചയ്ക്ക് പുരോഗതിയോടെ മെഗാ ചർച്ച് വിഷ്ണുവോടെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സംഘത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.